എവിടെ പോയടാ മലരെ നിന്റെ ആറ്റം ബോംബ്? CPM-നെതിരെയും BJP-ക്കെതിരെയും തൻ്റെ കയ്യിൽ വലിയ ആറ്റം ബോംബ് ഉണ്ടെന്ന് പറഞ്ഞ പറവൂർ താരകന്റെ BJP-ക്കെതിരെ കൊണ്ടുവന്ന ബോംബ് ചീറ്റിപ്പോയി. മറ്റേ ബോംബ് നിക്കറിനകത്ത് തന്നെ ഇരുന്ന് പൊട്ടി കുരുവെല്ലാം തെറിച്ചുപോയി. രാഹുൽ വിഷയത്തിൽ അമിതാവേശം കാണിച്ച് പിടിച്ചു നിൽക്കുവാൻ ഒടുക്കം പിണറായി വിജയനെ കൊണ്ട് പത്രസമ്മേളനം നടത്തി, പിണറായി പോലീസിനെ കൊണ്ട് കേസും എടുപ്പിച്ച് ഇപ്പോൾ ആരോപിച്ച വിഷയത്തിൽ യാതൊരു തെളിവുമില്ലാത്തത് കൊണ്ടിതാ പഴയ തിരിച്ചറിയൽ കാർഡ് വിവാദം എന്ന് പറഞ്ഞ് റെയ്ഡ് നടത്തുന്നു. ഇതിൻ്റെ എല്ലാം പിന്നിലെ സൂത്രധാരനായ സതീശനെ ഇതാ കേരളത്തിലെ ജനങ്ങൾ വലിച്ചു കീറുന്നു. i2i ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റ് ജനങ്ങളുടെ പ്രതികരണങ്ങൾ. സജി കൊല്ലം ഞാൻ വിളിക്കാൻ കാരണം ഇപ്പോൾ സതീശൻ കടന്ന് മെഴുകുന്നുണ്ട്. ഞാൻ CPM-ന്റെ വെടിപൊട്ടിക്കും, RSSന്റെ വെടിപൊട്ടിക്കും. കാരണം വെച്ചാൽ ഇവന്റെ കയ്യിൽ നിന്ന് എല്ലാ പിടിയും പോയപ്പം ആ പാവം പിടിച്ച പയ്യന്റെ ഏരിയ ഇവനെടുത്ത നടപടിയിലൊക്കെ എല്ലാ പിടിയും പോയപ്പോൾ ഇവൻ നിക്കക്കള്ളിയിൽ വന്നപ്പം ഇവൻ ഇവരെ പൊട്ടിക്കും പറഞ്ഞ് ഇവൻ ഞെളിഞ്ഞ് നടക്കും ഇപ്പം. അതുകൊണ്ട് ഇതിൽ ശക്തമായി പ്രതികരിക്കണം. കാരണം വെച്ചാൽ ഈ പാവപ്പെട്ടവനെ ഒതുക്കി ഒരു മൂലയ്ക്ക് ഇരുത്തി ഇനിയിപ്പോൾ അവൻ ഒരു MLA എന്നുള്ള പേരുണ്ട്. എൻ്റെ ഒരു കണക്കൂട്ടൽ ഞാൻ പറയുന്നത് ഈ ഇലക്ഷൻ അടുപ്പിച്ച് ഈ മാങ്കൂട്ടം രാജി വെക്കണത് ഒരു സീറ്റ് ഇവന് കുറച്ച് കൊടുക്കണം. അതേ ഞാൻ പറഞ്ഞു. ഞാൻ പക്കാ കോൺഗ്രസ്സുകാരല്ല. ഈ മോൻ കാണിച്ച തെമ്മാടി തരത്തിന് ഇവനെ ആ പരൂര് ഏരിയ വിടില്ല. നിങ്ങളൊരു പരൂരിന്റെ ഒരു ഒരു സ്ത്രീ ഒരു വീഡിയോ വിട്ടിട്ടുണ്ട്. അത് പുറത്തു വന്നിട്ട് അവന് ചലനമൊന്നുമില്ലല്ലോ. അല്ലെങ്കിൽ ഈ മാങ്കൂട്ടം അവർക്ക് ആരെയാ റേപ്പ് ചെയ്ത് അവര് പരസ്യമായിട്ട് വരട്ടെ. ഞാൻ സ്വീകരിക്കാത്ത ഇപ്പോഴേ അവന് കേസ് കൊടുക്കാറില്ല ഈ മാങ്കൂട്ടത്തിന്. എന്തുകൊണ്ട് ഈ മാങ്കൂട്ടം മിണ്ടായിരിക്കുന്നത്? അതാണ് ഈ പ്രശ്നം. ഈ മാങ്കൂട്ടം തുറന്നാലല്ലേ അതൊരു 10 പേരെ വിളിച്ചു കൂട്ടിയല്ലേ, ഒരു വീഴക്കാരെ വിളിച്ചു കൂട്ടിയിട്ട് പത്രസമ്മേളനം നടത്തിയിട്ട് ഞാൻ ഒരു എഴുത്തുകാരി ഇവൻ വലിച്ചടക്കണ്ടേ അവളെ? ഇവൻ വലിച്ചിടണം പുറത്ത്. ഞാൻ നിന്നെ ചെയ്തിട്ടുണ്ടെങ്കിൽ നീ പറ എവിടെ വെച്ചാൽ നിന്നെ ചെയ്തത്. അല്ലെങ്കിൽ മറ്റുള്ള ഒരു നടി എന്ന് പറഞ്ഞാൽ ഏത് സിനിമയിൽ അഭിനയിച്ചത് നമുക്കറിയാം. അവർക്ക് റീച്ച് കിട്ടിയപ്പോൾ തുണിയിൽ നടക്കുന്നുണ്ടോ? അതിന്റെ കൂട്ടി ഇവൻ പത്രസമ്മേളനം നടത്തി ഇവരെല്ലാം വെല്ലുവിളിച്ചിട്ട് ഈ സതീശനെ ഇനി പേടിക്കുന്നത് എന്തിനാ? സതീശനല്ലേ ഈ കോൺഗ്രസ് ഇനി മാങ്കൂട്ടം പേടിക്കേണ്ട കാര്യം എന്തുവാ? അവനെ ഒതുക്കിയതിനു ശേഷം ഇനി പേടിക്കേണ്ട കാര്യം, ഇനി വീട്ടിലിരിക്കേണ്ട കാര്യം എന്തുവാ? അവൻ പരസ്യമായിട്ട് ഇറങ്ങിയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നീക്ക് എൻ്റെ വീട്ടിൽ ഒരുപാട് സ്ഥലമുണ്ട്, എൻ്റെ അമ്മ സ്വീകരിച്ചോളൂ എന്ന് പറഞ്ഞ് പത്രസമ്മേളനം നടത്തുന്നത് എന്താ? എന്ത് കാരണത്താലും മിണ്ടായിരിക്കുന്നത്? അതാണ് എല്ലാവരുടെയും ചോദ്യം. എന്തുകൊണ്ട് മാങ്കൂട്ടം മിണ്ടുന്നില്ല? ഇപ്പോൾ ആ വിട്ട വോയിസ് പുറത്തു വിട്ട് എന്തുകൊണ്ട് ഈ സതീശന്റെ ഇവൻ മിണ്ടുന്നില്ല? സതീശൻ വാടകയ്ക്കാൻ പറഞ്ഞാൽ ഇവൻ വാടകേണ്ട കാര്യം ഇനിയില്ലല്ലോ. ഉണ്ടോ? ഇനി അവന് അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമുണ്ടോ? ഷാവി പഠിക്കേണ്ട കാര്യമില്ല. ഇനി ആരെ പഠിക്കണ്ട? അവൻ ഇപ്പൊ എൻ്റെ ഒരു ചിന്തയിൽ വന്നേക്കെന്ന് വെച്ചാൽ ഇപ്പൊ പൊതുജനങ്ങളുടെ അഭിപ്രായം എന്ന് വെച്ചാൽ ഈ മാങ്കൂട്ടം രാജിവെക്കണം, ഒരു സീറ്റ് കുറയ്ക്കണം. ഇപ്പൊ വൈ ഇലക്ഷനും വരുത്താം. അങ്ങോട്ടെങ്കിൽ ഈ കോൺഗ്രസിനെ അടിച്ച് താഴെ ഇടും. ഇനി ഈ കോൺഗ്രസിന് മുമ്പോട്ട് വരുന്നതിനകത്ത് ഒരർത്ഥമില്ല. നമ്മൾ കാണുന്നില്ല. നമ്മൾ ഇപ്പൊ തന്നെ ഈ പിണറായി വിജയൻ അവരുടെ ഭാഗത്ത് എന്ത് പ്രശ്നം വന്നാലും ആദ്യം അന്വേഷിക്കട്ടെ, പിന്നെ നമുക്ക് നടപടി എടുക്കാൻ പറഞ്ഞാൽ അങ്ങ് ഒതുക്കി തീർക്കത്തേ ഉള്ളൂ. ഇവനാരാ ഡയറക്ടറെ തീരുമാനം എടുക്കാൻ? അതുപോലെ ഇപ്പം പറഞ്ഞ കാളെ അവിടെ കെട്ടിയിട്ടെ ഞാനോട്ട് എവിടെ പോകാനവൻ ഇവനിപ്പോ ഉണ്ടാക്കാന്ന് വെച്ചാൽ ഇവന്റെ ഈ ആൾക്കാർ ഇവന്റെ തല കുത്തിപ്പറിക്കുന്നതിന് അവൻ തിരിച്ചൊരു മറുപടി. അവന്റെ ആക്ഷൻ കണ്ടായിരുന്നോ? നിക്കി അവന്റെ തല കുലുക്ക്. അവനാണ് വെടിവെക്കാൻ നടക്കുന്നത്. എന്നിട്ട് ഈ പാമ്പയുടെ ചെറുക്കനെ പിടിച്ച് കുരുക്കി, എല്ലാവരുടെ കൂടി കുരുക്കി ഒതുക്കി വെച്ച്. പക്ഷെ എന്തുകൊണ്ട് ഇവൻ തുറക്കാതെയാണ് നമുക്കൊക്കെ ഏറ്റവും വലിയൊരു ദേഷ്യം വരുന്നത്? പറയാൻ മനസ്സിലായോ? ഇവൻ തുറക്കണം. ഇവൻ പത്രസമ്മേളനം നടത്തി തുറക്കണം. ഇവൻ ഇനി ആരെ പേടിക്കേണ്ടത്? ഇവന്റെ എല്ലാം പോയി. ഇവനെ ഒതുക്കി ഇവന് ഈ സ്ഥാനത്ത് ഇരുന്നിട്ടൊരു കാര്യമില്ലെന്ന് എൻ്റെ ചിന്ത. കാരണം വെച്ചാൽ ഇപ്പൊ അവിടെ വ്യവസായം ചെന്നാലും ഒരു മൂലയ്ക്ക് ഇരിക്കാനേ പറ്റത്തുള്ളൂ. മറ്റുള്ളവരുടെ അടുത്ത അഭിപ്രായങ്ങളെ ഒന്നും പറയാൻ പറ്റില്ല. അന്നേരം ഇവൻ രാജിവെച്ചാൽ ഇവൻ സ്വതന്ത്രനാവും. ഇവൻ എന്തും പറയാം. മാഷേ, എൻ്റെ പേര് വില്യം. ഞാൻ ഓസ്ട്രേലിയയിൽ വിളിക്കുകയായിരുന്നു. താങ്കൾ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇതിനോട് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. കാരണം താങ്കളുടെ ന്യൂസ് ഞാൻ കേട്ടു തുടങ്ങിയത് ഷാജിനെ താങ്കൾ പ്രൊട്ടക്ട് ചെയ്തതാണ്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെയും താങ്കൾ പ്രൊട്ടക്ട് ചെയ്യുന്നതിൽ നമുക്ക് സന്തോഷമുണ്ട്. കാരണം ആണായാൽ തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു പാചകത്തിൽ ആരും ഈ ലോകത്തില്ല. പക്ഷെ ആ മനുഷ്യൻ ചത്തുകിടന്ന കോൺഗ്രസ് പാർട്ടിയെ ഇവിടം വരെ എത്തിക്കുകയും ഏകദേശം ഇന്ന് കോൺഗ്രസിന് ഒരു ഭരണത്തിനുള്ള ഒരു തുടർ സാധ്യത ഉണ്ടാക്കുകയും ചെയ്ത ആ ഒരു ചെറുപ്പുള്ള ആ ചെറുപ്പക്കാരനെ ഒതുക്കുന്നതിന് വേണ്ടിയാണ് ഈ കാട്ടാളന്മാരുകൂടി അദ്ദേഹത്തിന് ഇത് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഈ പാവം ഉമ്മൻചാണ്ടി സാറിനെ തന്നെ അദ്ദേഹം പത്തൊരു ഭരണത്തെ അദ്ദേഹം തിരിച്ചത് അടുത്ത ഭരണം വരാൻ സാധ്യതയുണ്ടായിരുന്ന സമയത്താണ് ഈ രമേശ് ചെന്നിത്തല ഒരു പാദയാത്ര നടത്തി ആ മനുഷ്യനെ പകരം മറിച്ചിട്ട് കമ്മ്യൂണിസ്റ്റുകാർക്ക് ഭരണം കൊടുത്തത്. അതുകൊണ്ട് ഇവന്മാരൊക്കെ എല്ലാം ഈ കിളവന്മാരെയൊക്കെ എല്ലാം തച്ചുടച്ചിട്ട് ഈ യുവതാരങ്ങൾ
നിലകൾ മുന്നോട്ട് വരണമെന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഇന്ന് അല്ലെങ്കിൽ ഈ കോൺഗ്രസ് നശിച്ച് നാമാവശേഷമാകും. ഈ തെറ്റ് ചെയ്ത ഒരാൾ മാത്രമല്ലല്ലോ, ഇതിന് മറ്റൊരു പാർട്ടി അതിന് ഉത്തരവാദിയല്ലേ. എന്നിട്ട് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് മാത്രം ക്രൂശിക്കുന്നത്? ഈ വന്നവളൊക്കെ എല്ലാം അവരുടെയൊക്കെ താല്പര്യത്തോട് തന്നെയാണല്ലോ ആ മനുഷ്യനോട് ബന്ധപ്പെട്ടിരുന്നത്. എന്നിട്ട് മാസങ്ങൾക്ക് മുൻപ് നടന്ന കേസിൽ ഇപ്പോഴെന്തിനാണെങ്കിൽ ഒരു പരാതിയുമായിട്ട് വരുന്നത്? ഇതൊക്കെ ആ കണക്കിൽ നോക്കുകയാണെങ്കിൽ ഈ ഇടതുപക്ഷത്തിൽ നടക്കുന്ന എല്ലാവരും എത്രയോ എണ്ണമുണ്ട്. ഈ തോന്നിയാസങ്ങളെല്ലാം കാണിച്ച് ഇന്ന് വ്യക്തമായിട്ടുള്ള തെളിവുകൾ ഉണ്ടായിട്ടും ഇത്രയും ഒരു ഒറ്റപ്പാടുണ്ടായില്ല. എന്തിനാ ഈ പാവം ചെറുക്കനിങ്ങനെ ഇല്ലാതാക്കുന്നത്? ഞാനൊരു കറവഞ്ഞ കോൺഗ്രസ്സുകാരൻ, അപ്പോഴേ ഞാൻ ഇതുവരെ ഈ നാട്ടിലില്ലാത്തതിന്റെ പേരിൽ എനിക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല. മനസ്സിലാണ് ഞാൻ ഒരു നല്ലൊരു കോൺഗ്രസ്സുകാരന് എന്റെ ഫാമിലി അങ്ങനെ ആയിരുന്നു. പക്ഷെ ഇപ്പോൾ ഈ രമേശ് ചെന്നിത്തലയും ഈ സതീശനും ഈ ഇവനും ഈ വേണുഗോപാലൊക്കെ കാണിച്ചത് മഹാപ്രകൃതമാണ്. ഈ വേണുഗോപാലം എന്ന് വെച്ചാൽ വേറെ ഫ്രോഡ് കേസ് പലരുടെ നേതാക്കന്മാരെ ഇല്ലാതാക്കി കഴിയുകയാണ്. അതുകൊണ്ട് പക്ഷേ നിങ്ങൾ വളരെ സന്നദ്ധതയോടെ തന്നെ ഇതിനു വേണ്ടി നിങ്ങൾ പ്രതികരിക്കുക. ജനങ്ങളുടെ ആ അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയുന്നുണ്ടല്ലോ. പക്ഷെ ആ ചെറുക്കനെ ഒരു കാരണവശാലും നിങ്ങൾ വിട്ടു കൊടുക്കരുത്. വളരെ ആത്മാർത്ഥത്തിൽ തന്നെ അദ്ദേഹത്തിന് പ്രൊട്ടക്ട് ചെയ്യുക. കാരണം അല്ലെങ്കിൽ കോൺഗ്രസ് നശിച്ചു പോകും. വീണ്ടും പിണറായിയുടെ കാൽനടക്കായി പോകും കോൺഗ്രസ് കേരളത്തിന്റെ ഭരണം. അത് ഇനി ഉണ്ടാകരുത്. കാരണം ജനങ്ങൾ മടുത്ത കേരളത്തിന്റെ ഈ ഭരണകർത്താക്കളാണ്. കാരണം ഇന്ന് കേരളത്തിലുള്ള ജനങ്ങളെല്ലാം നാട് വിടുന്നു. കാരണം ഇവന്റെയൊക്കെ കൊള്ളയില്ലായ്മ കാരണം ഇവനൊക്കെയാണ് കേരളത്തിനെ കട്ടുമുടിച്ച് ഇല്ലാതാക്കി പാവങ്ങൾക്ക് ജോലിയില്ലാതെ എല്ലാം വിദേശങ്ങളിൽ പോയി കഷ്ടപ്പെടുകയാണ്. കാരണം അല്ലെങ്കിൽ കുടുംബം പട്ടിണിയായി പോകും. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ വളരെ ശക്തമായിട്ട് തന്നെ ഇതിനെ പ്രതിരോധിക്കണം. ആ രാഹുലിനെ ഒരു പോരേൽപ്പിക്കാത്ത രീതിയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും നിങ്ങൾ നടത്തണമെന്ന് ആഗ്രഹം ഞാൻ പറയുകയാണ്. എന്റെ ഒരു റിക്വസ്റ്റാണ്. എല്ലാം നന്നായിട്ട് വരട്ടെ. എന്റെ പേര് ജോസഫ്. ഇത് കാസർഗോഡ് നിന്ന് വിളിക്കുന്നത്. ഞാൻ പിന്നെ കാസർഗോഡിലെ ഞാനൊരു കോൺഗ്രസ്സുകാരനാണ്. എനിക്ക് 67 വയസ്സായി. അപ്പോൾ ഞാൻ ഇവരുടെ ഈ നടപടിയെ പറ്റി ഞാൻ വളരെയധികം ചിന്തിച്ചു. ഇവിടെ മണ്ഡലം പ്രസിഡന്റിനോട്, ഞങ്ങളുടെ മണ്ഡലം പ്രസിഡന്റ് മാണിയൂർ ബാലകൃഷ്ണനാണ്. അപ്പോൾ ഞാൻ അങ്ങേരോട് പറഞ്ഞു, ഇത് എന്തൊരു നടപടിയാണ് ഇവർ രണ്ടുപേരും കൂടിയെടുത്തത്. ഈ ഒരു ആരോപണം വന്നു കഴിഞ്ഞാൽ അതിന്റെ വസ്തുതകൾ ശരിയോ തെറ്റോ എന്ന് ആദ്യമേ അന്വേഷിച്ച് അതിന്റെ നിജസ്ഥിതി മനസ്സിലാക്കിയിട്ട് തെറ്റ് ചെയ്താൽ നടപടിയെടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല. സത്യസന്ധമായ രീതിയിൽ അത് അന്വേഷിക്കണമായിരുന്നു. പക്ഷെ ഇവരതല്ല. ഇവർക്ക് ഈ രാഹുലും നല്ല ഭൂരിപക്ഷത്തോടു കൂടി ജയിച്ചുകൊണ്ട് ഇവർക്ക് ഉള്ളിലൊരു ഭയം. ഇവരെ മുന്നോട്ട് വിട്ടാൽ ഇവരുടെ സ്ഥാനമാനങ്ങൾക്ക് ഇളക്കം കെട്ടും. ഇവർക്ക് അധികാരം കിട്ടണം. അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടി മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി ഇവർ കെട്ടിയിരിക്കുകയാണ്. ഒരു കാരണവശാലും ഇവനെയൊന്നും ഒരു കാരണവശാലും വിജയിക്കാനുള്ള അവസരം കോൺഗ്രസ്സുകാരുണ്ടാക്കരുത്. കോൺഗ്രസ്സുകാർ മനസാക്ഷിക്കനുസരിച്ച് ചിന്തിക്കുക ഇവരെന്താ ചെയ്യും. കോൺഗ്രസ്സുകാർക്ക് ഒരു കാരണവശാലും സപ്പോർട്ട് ചെയ്യില്ല. കാരണം അവര് സത്യസന്ധമായിട്ട് ഒരു അന്വേഷണം നടത്തിയിട്ട് ഒരു നടപടിയെടുത്താൽ എനിക്ക് ഒരു പ്രശ്നവുമില്ല. തെറ്റ് ചെയ്താൽ ശിക്ഷിക്കപ്പെടണം. അല്ല, നമ്മൾ എല്ലാവരും അത് തന്നെയാ പറയുന്നത്. കാള പെട്ടെന്ന് കേട്ടാതെ ഇവർ കയറും കൊണ്ട് പോകാൻ പാടില്ല. കാള പെറുവോന്ന് ആദ്യം നോക്കാം. ഇവനൊക്കെ എന്തോ വിചാരിച്ചാ ഇരിക്കുന്നത്? ഇവരുടെ കൈവെള്ളയിലാണോ ഈ കേരളം മുഴുവൻ ഇരിക്കുന്നത്? നമ്മളെ പോലുള്ള കോൺഗ്രസ്സുകാരുടെ അതുപോലെ ആഗ്രഹിച്ചിരുന്ന ഒരവസരം. നമുക്കിപ്പോ നിയമസഭയിലും ഇവർക്കെതിരെ എന്തെല്ലാം പ്രശ്നങ്ങളായാലും നിയമസഭയൊക്കെ ചർച്ച ചെയ്യാനും ആലോചിക്കാനും ഉണ്ട്. ഇവർക്ക് അതിനൊന്നും നേരമില്ലല്ലോ. നേരമുണ്ടോ നിയമസഭയെ പെണ്ണ് പിടിക്കാത്തമാര് എത്ര പേരുണ്ട്? പെണ്ണ് കേസ് പെടാത്ത എത്ര പേരുണ്ട്? കുഞ്ഞാലിക്കുട്ടി, അതുപോലെ തന്നെ ഇവിടെ കാസർഗോഡ് ജില്ലയിലെ രാജ്മോഹൻ ഉണ്ണിത്താൻ, ഇവരൊക്കെ പിന്നെ മോശമാ? ഒരു എന്നും വിചാരിച്ച് ഇവന് അതുപോലെ ചെയ്യണമെന്നല്ല. ഈ കൊച്ചന്റെ ഭാഗത്ത് എന്താ വീഴ്ച വന്നതെന്ന് ഇവർ അന്വേഷിക്കണം. പരാതിക്കാരില്ല, കേസില്ല, ആളുമില്ല, അർത്ഥവുമില്ല. ഇത് അന്തരീക്ഷത്തിൽ നിന്ന് പൊട്ടി മുളച്ച് ഉണ്ടായ ഒരു ആരോപണം. അതിന്റെ സത്യാവസ്ഥ ഇവർ മനസ്സിലാക്കണം. ഇതിന്റെ പിന്നിൽ ആരാ ഇതിന് കളിച്ചത്? അവരെ രംഗത്ത് കൊണ്ടുവരണം. അവർക്കെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കണം. അതിനോട് അങ്കൂറ്റം ഈ സതീശനും ഈ ഇവനും ഇവന്മാർക്ക് ഉണ്ടോ? ആദ്യം കാണിക്കണം. ഇതിന്റെ ശരിയും തെറ്റും ആദ്യം ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള കടമ ഇവർക്ക് രണ്ടുപേർക്കും ഉണ്ട്. ഇതിൽ അണ്ടർഗ്രൗണ്ടിൽ ഇവരുടെ എല്ലാം കൈ ഉണ്ട്.
എങ്ങനെയെങ്കിലും ഇവരെ ഇരുത്തിക്കളയണം. ഉമ്മൻചാണ്ടിക്കിട്ട് പാറ വെച്ചോനാ മറ്റേ ഇയാള് ചെന്നിത്തലയെ ഒന്നും ഇനി നിയമസഭ കാണിക്കരുത്. ഇവന്മാരെ രണ്ടിനും ഇവന്മാരെ എന്നാ ഇവന്മാര് വല്ലതും തല്ലുകൊണ്ടിട്ടുണ്ടോ? ഇവന്മാര് വല്ല സമരത്തിന് രംഗത്ത് ഇറങ്ങിയിട്ടുണ്ടോ? നിയമസഭയിൽ എന്തെല്ലാം കാര്യങ്ങൾ അവതരിപ്പിക്കാനുണ്ട്, ചോദിക്കാനുണ്ട്, അതിനൊന്നും ഇവന്മാർക്ക് നേരമില്ല. ഇവന്മാർക്കൊക്കെ നക്കാപ്പിച്ച അവാർഡിൽ നിന്നും കിട്ടുന്നുണ്ട്. CPM-ന്റെ നക്കാപ്പിച്ച യുവന്മാർക്കും കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഇവന്മാർ മിണ്ടാണ്ടിരിക്കുന്നു. എന്തോ ഭരണമായത് ഇത്. ഈ 3-ാം പട്ടുവേലും കോൺഗ്രസ് ഒരു സ്റ്റെപ്പിലേക്ക് വന്നതാണ്. അത് അടിച്ച് കലക്കി ഇവന്മാരുടെ കഴപ്പ് തീർന്നോ? ഇവന്മാരുടെ രണ്ടിന് മണ്ഡലം പ്രസിഡന്റുമായിട്ട് ഞാൻ മിനിഞ്ഞാന്ന് സംസാരിച്ചു. ഞാൻ വലിയ പ്രവർത്തകനൊന്നുമല്ല. എന്റെ ഉള്ളിന്റെ ഉള്ളിൽ പാരമ്പര്യമായിട്ട് തലമുറകളായിട്ടുള്ള ഞങ്ങൾ കോൺഗ്രസ്സുകാരാണ്. KC ജോസഫ് ഇരിക്കൂർ നിയോജക മണ്ഡലത്തിൽ ഫസ്റ്റിലെ മത്സരിക്കുമ്പോ അന്ന് മുതൽ KC ജോസഫിന്റെ വേണ്ടി പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ്. ഞാനിപ്പോ കാസർഗോഡാണ്. ഇവരൊക്കെ എന്തൊരു മനുഷ്യത്വമില്ലാതെ അന്വേഷിക്കണം. അന്വേഷിച്ച് തെറ്റ് ചെയ്തവൻ ശിക്ഷിക്കപ്പെടണം. അതിന് തെറ്റിനെ കൂട്ടുനിൽക്കാൻ പാടില്ല. പക്ഷേ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാതെ ഇവര് 1, 2, 3 വെച്ച് ഈ നടപടിയെടുക്കുക എന്നുള്ള എത്രയും വേഗം അവന്റെ സസ്പെൻഷൻ പിൻവലിച്ച് അവന്റെ രാജിവെച്ച സ്ഥാനം അവന് തിരിച്ചു കൊടുക്കണം. അവൻ ജയിച്ച മണ്ഡലത്തിൽ അവന് മാനമായിട്ട് നടക്കാനുള്ള അവസരം ഈ കോൺഗ്രസ്സുകാരന് യുവന്മാരെ ഉണ്ടാക്കി കൊടുക്കണം. ഇവന്മാർ അതിന് സംരക്ഷണം കൊടുക്കണം. ഇവന്മാർ ചെയ്ത പാപാരം ഇവര് തന്നെ അതിന് പ്രായശ്ചിത്തം ചെയ്യണം. അതെ ഉമ്മൻചാണ്ടിക്ക് അണ്ടർഗ്രൗണ്ടിൽ ഉമ്മൻചാണ്ടിയെ സരിതയ്ക്ക് അതിന് ഇവരുടെ സപ്പോർട്ടുണ്ട്. CPM-നുമായിട്ട് ഇവർ ഒത്തുകളിച്ചു. മറ്റേ ഇവൻ സതീശന് പിന്നിലുണ്ടാവും. പിന്നെ ഇയാള് രമേശ് ചെന്നിത്തല കള്ളന് കഞ്ഞി പറ്റവനവൻ. കള്ളന് കഞ്ഞി പറ്റും. അധികാരത്തിന് വേണ്ടി എന്തും ചെയ്യാം, ആരെ എന്തും ചെയ്യാം. ഉമ്മൻചാണ്ടിയെ അത്രയും സത്യസന്ധനായ ഒരു മനുഷ്യനെ സൂക്ഷിച്ച് ആ കുടുംബത്തെ അവരുടെ അവരുടെ മക്കളും കുടുംബവും കുടുംബക്കാരും എല്ലാം അവരെ അനുഭവിച്ച ഹൃദയവേദനയ്ക്ക് ദൈവം കണക്ക് ചോദിക്കും. ഇന്നല്ലെങ്കിൽ നാളെ രമേശിനും ഉണ്ടാവും, പിന്നെ സതീശനും ഉണ്ടാവും. ഇവന്മാർ അധികാര അപ്പക്കഷണത്തിന് വേണ്ടിയിട്ട് എങ്ങനെയെങ്കിലും അധികാരമൊന്ന് ഭരണത്തിൽ വന്നിട്ട് നല്ലൊരു ഭരണം കേരളത്തിലെ ജനങ്ങൾക്ക് കാഴ്ചവെക്കാനുള്ളതിന് ഇവന്മാർ പട്ടി ഒരു കഷ്ണം എല്ലിന് കടിക്കുന്നതായി അങ്ങോട്ടും ഇങ്ങോട്ടും കടിക്കുക. ഇവനൊന്നും സാമാന്യ ബോധമില്ല. ഇവനുണ്ട് അയ്യൊക്കെ ചെയ്ത് ഈ ചാനലിൽ വന്നിട്ട് കുണാറ കളക്കുന്ന കേൾക്കണം. രണ്ടെണ്ണം നിറച്ച് 10-60 വയസ്സിന് മുകളിലായവന്മാരാ ഡൈ ചെയ്തിട്ട്. എന്തിനാ ഇത്? നിറച്ചു അത് ഡൈ ചെയ്ത് ആരെ കാണിക്കാനാ? ഇവന്മാർ ഒട്ടും മോശക്കാരല്ല. ഇവരുടെയൊക്കെ പിന്നില് ചരിത്രങ്ങളൊക്കെ അന്വേഷിച്ചാൽ പലതും ഉണ്ടാവും. തെറ്റ് ചെയ്യാത്ത കല്ലെറിയട്ടെ. ഇവന്റെ ഒക്കെ ജീവിതത്തിലേക്ക് പിന്നിലേക്കൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്കട്ടെ. എന്നിട്ട് വേണം. താളെ പറ്റുന്ന കേട്ടത് കയറെടുത്തു ഉടനെ ചടുപൊട്ട. എനിക്ക് ഇത്രേ പറയാനുള്ളത്. എത്രയും വേഗം അവന്റെ സ്ഥാനം നിന്ന് അവനെ നീക്കിയത് എത്രയും വേഗം സസ്പെൻഷൻ പിൻവലിച്ച് അവന്റെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം ഓൾറെഡി കൊടുക്കണം. അതുപോലെ അവന്റെ മണ്ഡലത്തിൽ അവന് മാന്യമായിട്ട് ഇറങ്ങി നടക്കാനുള്ള സംരക്ഷണം യുവന്മാർ കൊടുക്കണം. യുവന്മാർ മുൻകൈ ഇറങ്ങിയിട്ട് കൊടുക്കണം. ഞാൻ കോട്ടയം കല്ലറ ജോർജ്. ഈ VD സതീശനും ഈ നമ്മുടെ ചെന്നിത്തലയും ഉമ്മൻചാണ്ടിക്കെതിരായിട്ട് പ്രവർത്തിച്ച് മുഖ്യമന്ത്രിയാകാൻ പണിയെടുത്തവനാ ഇവനൊക്കെ. ഇവനൊക്കെ ഈ ചെന്നിത്തല കോട്ടയത്ത് നിൽക്കുമ്പോ എന്റെ ചേട്ടന്റെ വീട്ടിൽ നിന്ന് അവൻ ഡൽഹിക്ക് ഫോൺ ചെയ്ത് ഒരു 40,000 രൂപ അന്നത്തെ കാലത്ത് അവനൊന്നും ആയില്ല. രാജീവ് ഗാന്ധിയും ഇന്ദിരാ ഇവിടെ പൈസ വരെ ചെലവാക്കി അവനിപ്പം വലിയ മറ്റവനായി ഇരിക്കുന്നു. ആ പാവം പിന്നെ മാങ്കൂട്ടത്തിനെ തേട്ടിയാക്കി അവൻ ഇനി ഇത് വന്നാൽ അവൻ മുഖ്യമന്ത്രിയാവും. അത് ഇവനറിയാം. ഇവർക്ക് VD സതീശനും ചെന്നിത്തലയ്ക്കും. അതുകൊണ്ട് അവനെ നാക്ക് സാർ ഇതിനകത്ത് ഇടപെട്ടതിൽ ഒത്തിരി സന്തോഷം. എത്ര ആൾക്കാരെ കൊണ്ട് വിളിച്ച് ദണ്ണം കൊണ്ട് പറയുന്ന കേട്ടോ. സാറിന്റെ എല്ലാ പരിപാടികളും ഞാൻ കാണുന്ന. ഞാൻ അന്നേരം ഇടയ്ക്ക് വിചാരിക്കുകയും ചെയ്തു സാർ എന്തുകൊണ്ട് ഇതിനകത്ത് ഇടപെടുന്നില്ല എന്ന്. അതുകൊണ്ട് ഞാൻ വിളിച്ചതിനേ ഉള്ളൂ. ഈ VD സതീശനും രമേശ് ചെന്നിത്തല ഇവനെ ഇല്ലാണ്ടാക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ ഇവൻ വന്നാൽ പിന്നെ അടുത്ത മുഖ്യമന്ത്രി ഇവനാകും. ഇനി വേണ്ട ഈ തെണ്ടികള് പണത് ഇത്രയും നോക്കിയപ്പോ ഇനി അടുത്ത ഇവിടെ CPM LDF തന്നെ വരും ഇവിടെ. അല്ല നോക്കിയോ സാറ് ഈ തെണ്ടികളെ പരനാറികള്. ഇവനൊന്നും
ഇവന്റെ വെമ്പർത്തോത്തെ കൂടിക്കാണ് ആദ്യം ഉണ്ടാക്കിയത്. ആണോ? ഇവനൊക്കെ ഇപ്പൊ ഇവനെ ഉണ്ടാക്കാൻ ഇവനൊക്കെ എവിടെയെല്ലാം കയറിയിട്ട് ഇറങ്ങിയച്ചായിരിക്കും വന്നത്. ഞാൻ പറഞ്ഞതിൽ എതിർപ്പൊന്നുമില്ലല്ലോ. ഇത്ര ഞാൻ പറഞ്ഞത് എന്റെ ഈ മാങ്കൂട്ടത്തിനോടുള്ള സ്നേഹം, അവന്റെ പ്രവർത്തനം കൊണ്ടാ. ഇവളെവിടെ പോയി കിടന്നു? ഇവിടെ ഇപ്പൊ പെണ്ണുങ്ങള് ഞാൻ നിന്നെ കല്യാണം കഴിച്ചതാ എന്നും പറയാണ്ട് ഉണ്ടാക്കി വർഷങ്ങളും അവനെ കൊണ്ട് ഉണ്ടാക്കിച്ച് നടന്നിട്ട് പിന്നെ പലരെയും കൊണ്ടുപോയി. ഇവക്ക് പറയാൻ പാടില്ലേ ഈ പെണ്ണുങ്ങൾക്ക് എന്റെ കഴുത്ത താലി വെച്ചിട്ട് ഞാൻ മാറ്റി തരും? പണ്ട് അന്നചാണ്ടി പറഞ്ഞ പോലെ ഈ ഒരു സൂചി തിരിച്ചും ഞാനത് നൂല് കയറ്റാൻ പറ്റുമോ? പണ്ട് അങ്ങനെ ഒരു അന്നചാണ്ടി പറഞ്ഞതാ. എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങൾ സമ്മതിക്കാതെ ഇതൊന്നും നടക്കാതെ അന്നചാണ്ടി പറഞ്ഞതാ. ഈ സൂചി ഇങ്ങനെ തിരിച്ചുകൊണ്ട് അതിനകത്ത് നൂല് കയറ്റാൻ പറ്റുമെന്ന്. ഇതിന് ആരാ ഇതിനൊക്കെ മറുപടി പറയണത്? ഇവന്മാരെ ആദ്യം ഓടിക്കണം. ഈ വി.ഡി. സതീശനെയും രമേശിനെയും. അവൻ തൊടുപുഴ ഒരു ഏക്കറേജ് കണക്ക് മുതലുള്ള ഒരു പെണ്ണുള്ളടത്ത് പോയി അവൻ കല്യാണം കഴിച്ചിരിക്കണത്. എന്നിട്ട് തമ്മംകുത്തി പോയി ഏക്കറേജ് കണക്ക് മേടിച്ചിട്ടിരിക്കണത്. പിന്നെ ഇവളെവിടെ പോയി കിടന്നു? ഇത്ര ഈ 3-4 കൊല്ലമായപ്പോഴാണ് ഇവക്ക് പീഡനമായത്. ആണോ? ഇപ്പോഴാണ് സാറന്മാര് പറഞ്ഞത്. കൊട്ടേഷൻ ഇപ്പോഴല്ലേ കിട്ടിയത്? ഈ ഓരോ സ്ത്രീകളും പറയണ കേട്ടില്ല സാറ്? ഞാൻ അതെല്ലാം കേട്ടോണ്ടിരിക്കുവായിരുന്നു. ജന്മത്തോടുകൂടി ഇവനെ മാറ്റരുത്. ഞാൻ ചോട്ടെ, ഈ മുകേഷ് എന്ത് തണ്ടിത്തരം കാണിച്ചു? അവൻ 2ാമത് കല്യാണം കഴിച്ചു. അവനെ അവര് പുറത്തള്ളിയോ? ഇവള് പറയണ കേട്ടിട്ടുണ്ട്. അണ്ട് അവള് പോയില്ല. ഇപ്പം പിന്നെ വെൺവാണിപ്പം നടത്തി അവള് ഈ സിനിമ നടന്മാരെ കറ്റി രാജാതം പറഞ്ഞവള് എന്ന് പറഞ്ഞാൽ ഇതൊന്നും ആരും. എന്നിട്ട് അവരെ മുഖ്യമന്ത്രി അവരെ മാറ്റിയില്ലല്ലോ. അവനെ മുകേഷിനെ മാറ്റിയോ? അവൻ ഇപ്പോഴും MLA ആയിട്ട് നിൽക്കുമല്ലേ? ഈ സാറ് നോക്കിയോ, അടുത്ത പ്രാവശ്യം ഇവിടെ LDF-കാരെ പഴിക്കാൻ വരുള്ളൂ. കേന്ദ്രത്തിൽ BJP അല്ലെങ്കിൽ സാറ് എഴുതി വെച്ചോ. ഇനി ഇവനൊക്കെ ആര് വോട്ട് ചെയ്യും? ഇത്രയും ദണ്ഡിതരം കാണിച്ച് നടക്കുന്നവനോടൊക്കെ. ഇപ്പൊ ഇത്രയും സംസാരിച്ച ഒരു സ്ത്രീ പോലും അവക്ക് സൈഡോ അല്ലെ ഇവന് ഗുണമായിട്ട് പറഞ്ഞ് സംസാരിച്ചിട്ടുണ്ടോ? വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയ്ക്കും. ആ പരനാറി. എനിക്ക് അവനെ ചെറുപ്പം മുതലേ അറിയാം. എന്റെ ചേട്ടന്റെ വീട്ടിൽ വന്ന് താമസമുണ്ട്. അവൻ ഡൽഹിക്കും ഇന്ദിരാഗാന്ധിക്കും രാജീവ് ഗാന്ധിക്കൊക്കെ ഫോൺ ചെയ്യണം. അതുകൊണ്ട് ഒരു മാസം അന്നത്തെ കാലത്ത് അവനൊന്നും 45,000 രൂപ അവർ ഫോൺ ബില്ല് അടച്ചുകൊണ്ടിരുന്നത്. അവനിപ്പോ കോട്ടയത്ത് വന്ന് അവരെ എടുത്തോട്ടൊന്നും കയറി പോലും ഇല്ല. അതൊക്കെ ഇവർക്ക് മനസ്സിലായി. ഇവൻ ഇനി കയറി വന്നാൽ അടുത്ത മുഖ്യമന്ത്രി ആവും ഇവൻ. രാഹുലിനെ തിരികെ എടുക്കണോ വേണ്ടയോ? തിരിച്ചെടുക്കണം. അവനോട് രാജിവെക്കരുതായിരുന്നു. MLA സ്ഥാനം രാജിവെക്കേണ്ട കാര്യമില്ല. കണിശമായിട്ടും ജയിക്കും. ഏതെല്ലാം സ്റ്റേറ്റിൽ സംസ്ഥാനത്ത് നിന്ന് സാറിനെ വിളിച്ച് ഓരോരുത്തർ പറഞ്ഞു. അതുപോലെ മുതല് കണ്ണൂർ വരെയുള്ള കാസർഗോഡ് വരെയുള്ള ആൾക്കാർ സംസാരിച്ചു. ലോകമെമ്പാടുമുള്ള മലയാളികള് എല്ലാ രാജ്യങ്ങളിൽ നിന്നും നമുക്ക് ഏതാണ്ട് എല്ലാ രാജ്യങ്ങളിൽ നിന്നുമുള്ള മലയാളികൾ എവിടെ ഉണ്ടോ അവിടെ നിന്നെല്ലാം കോളുകൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ സാറേ അവന്റെ കൂടെ കിടക്കാൻ ആഗ്രഹിക്കാത്ത പെണ്ണുങ്ങൾ ഏതാ ഉള്ളത്? അവനെ കണ്ടാൽ മതിയല്ലോ. അവനെ എന്നിട്ട് ഇവള് വലിയ മെറ്റം പറഞ്ഞിട്ട് വന്നിരിക്കുന്നു. അവനെ അവന്റെ മുഖം കണ്ടാൽ മതിയല്ലോ. അവള് ഇവനൊക്കെ ഇളക്കി വിട്ട് ഈ വി.ഡി. സതീശൻ ബർത്ത്ഡേ കേക്ക് ഒഴിക്കുന്ന അവന്റെ മകള് മകളെയാണ് ആ കൂട്ടത്തിൽ കിടത്തുന്നത് ഇതിനകത്ത് MLA കോട്ടേഴ്സില്. അത് തന്നെ എന്തിനായിരുന്നു ഇവനൊക്കെ ഇതൊന്നും പറയാനില്ല. അവന്റെ പേരിന് ട്രാൻസ്പോർട്ട് മന്ത്രിയുടെ അവന് ഉൾപ്പെടെ സരിതനെ ഇറക്കി ഉമ്മൻചാണ്ടിക്ക് എഴുതിയിട്ട് എന്നെ പറ്റി അവളാണ്ട് ക്യാൻസറും പിടിച്ച് തെണ്ടി നടക്കുക. അവളെ സഹായിക്കാൻ സരിതയെ സഹായിക്കാൻ അതിനേക്കാൾ കഷ്ടമായിട്ട് വരുള്ളൂ ഈ കൂത്തുചീകളൊക്കെ. പാവം ആ മനുഷ്യനെ അയാൾക്ക് മുടി പോലും ചെയ്തില്ലേ അങ്ങേര്. ഇവനൊക്കെ എന്ത് പേഴ്സും ചെയ്ത് ഇവനൊക്കെ 1 ദിവസം 2 ദിവസമൊക്കെ പോയി BTC കിടന്നേച്ചല്ലേ ഇറങ്ങി വന്ന വലിയ യോക്കിനായിട്ട്. ഇവനൊക്കെ നാണയില്ലേ ഇപ്പോഴും മുടി ചെയ്ത് ഡൈ ചെയ്ത് നടക്കാൻ? മീശയും ഡൈ ചെയ്ത് ഇവനാരെ കാണിക്കാൻ നടക്കണത്? അതായത് ഉമ്മൻചാണ്ടി മുടി പോലും ചെയ്തില്ല അങ്ങേര്. നമുക്ക് നാട് ഭരിക്കാൻ അവന്റെ എന്തുമായിട്ട് ഈ അത്രയും ചെറുപ്പക്കാരനാണ് ഇവനൊക്കെ. അങ്ങേരൊക്കെ പോയി കഷ്ടപ്പെട്ട ഇവനൊക്കെ ഈ നിലയിലായത്. ഈ നമ്മ ആൺകുട്ടൊക്കെ അതുപോലെയുള്ള പിള്ളേർ കഷ്ടപ്പെട്ട്. ടെറിൻ ജോസ്, കോട്ടയം. ഞാൻ പറയുന്നത് ഇന്നിപ്പോ വി.ഡി. സതീശൻ ഇന്നലെ ഒരു പത്രസമ്മേളനം നടത്തി പറഞ്ഞ എന്തോ ബോംബ് പൊട്ടിക്കുന്ന ആ ഒരു കാര്യം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അവനെ ഒന്നുകൂടി അടിക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ് മനസ്സിലാക്കുന്നത്. എനിക്ക് വിലപേശൽ രാഷ്ട്രീയത്തുണ്ടെന്ന് സംശയമുണ്ട്. അല്ലെങ്കിൽ പൊട്ടിക്കേണ്ടത് പൊട്ടിച്ചാൽ പോരെ. നമ്മളിപ്പോ എനിക്ക് ഡോക്ടേഴ്സ്, എനിക്ക് നല്ല ലെവലുള്ള ആൾക്കാർ ഫ്രണ്ട്സ് ഉണ്ട്. ഒരു ഡോക്ടർ അയച്ചിരിക്കുന്നത് ഒരു BJP-കാരിയാണ്. അവരയച്ചിരിക്കുന്ന പോലും നമ്മളുടെ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായിട്ടാണ്. എന്റെ ഫ്രണ്ട്സ് ഉണ്ട്, ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഉണ്ട്, ഒരു DO ഉണ്ട് പാലയിലുള്ള. അവരൊക്കെ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായിട്ടാണ്. ഈ രാഹുൽ മാങ്കൂട്ടത്തിന് അവൻ എന്തോ അന്തസ്സുള്ള മനുഷ്യനാ. അവനൊരു ആരോപണം വന്നു. ആവന്തിക എന്ന് പറഞ്ഞ സ്ത്രീ
ആരോപണത്തിന് അതിന്റെ പേരുള്ള അവളുടെ മാത്രമേ വന്നുള്ളൂ. അതിനവൻ മറുപടിയും കൊടുത്തു. പിന്നെ എന്നാ മറുപടി കൊടുക്കണ്ടേ? സുനില, ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ, ബിൽ ക്ലിന്റൺ ഇപ്പൊ ഒരു പ്രസംഗത്തിന് എത്ര രൂപ ബിൽ ക്ലിന്റൺ ഇപ്പൊ വാങ്ങിക്കുന്നത്? അയാൾക്ക് ഒരു സെക്സ്വൽ ആയിട്ടുള്ള പ്രശ്നം വന്നു, അയാളെ വല്ലതും ബാധിച്ചു അത്? അയാൾ സത്യം പറഞ്ഞു അഡ്മിറ്റ് ചെയ്തു. അതുപോലെ രാഹുൽ മാങ്കോട്ടും ആവന്തികയുടെ ഫ്രണ്ട് ആണെന്ന് പറഞ്ഞു, അത്രയും പറയും. പിന്നെ അതിലപ്പുറം ഉണ്ടോ? ഇവന്റെ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രശസ്തി 10 മടങ്ങായിട്ടുണ്ടെന്നുള്ളത് ഈ കോൺഗ്രസ് ഉള്ള അവന്മാർ മനസ്സിലാക്കട്ടെ. അവന്മാരെല്ലാം നശിപ്പിക്കാൻ നിൽക്കുന്നത്. അല്ല, ഇവന്മാർക്കാകെ വേവലാതിയായിപ്പോയില്ലേ? കാരണം രാഹുൽ മാങ്കൂട്ടത്ത് നേരത്തെ എന്തായിരുന്നു അതിന്റെ ഒരു 10 മടങ്ങ് അയാളുടെ ഒരു ഇമേജ് ഇപ്പൊ വർദ്ധിച്ചില്ലേ? വർദ്ധിച്ചിരിക്കുകയാണ്. ഇപ്പൊ അയാള്, ഞാൻ ഈ പാലക്കാട് പോയി സ്വതന്ത്രമായിട്ട് നിന്നാ ഇവനും പഴയ ഓട് കൂട്ടുന്ന എനിക്ക് എന്റെ വിചാരം. പാലക്കാട് പോട്ടെ, കേരളത്തിൽ ഇന്ന് ഏത് മണ്ഡലത്തിൽ കൊണ്ടു നിർത്തിയാലും ഏറ്റവും വൻപിച്ച ഭൂരിപക്ഷത്തെ വിജയിക്കാൻ സാധ്യതയുള്ള ഒരേ ഒരു നേതാവിന്റെ ഒരു പേര്, ഞാൻ ഇതൊന്നുമായിട്ട് പറയില്ല, ഒന്ന് പറയാമോ ഇപ്പോഴത്തെ അവസ്ഥയിൽ? അതാ പറഞ്ഞത്. അല്ല, അയാൾ സംസാരിക്കുന്നതിനകത്ത് എന്നതിൽ അക്ഷരപ്രശ്നമുണ്ടോ? കുത്തിക്കേറ്റ് നോക്കിയിട്ടും അയാൾ പറയേണ്ട കാര്യം പറഞ്ഞിട്ടാവും പോയി. കാരണം ആളിന്റെ പേര് വെച്ചുള്ള ഒരു മറുപടി കൊടുത്തു. 2-3 അശരീരികൾ കിടപ്പുണ്ട്, അതിനവൻ മറുപടി കൊടുക്കേണ്ട കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ വി ഡി സതീശൻ ഇന്നലെ നമ്മൾ ആ ഫേസ്ബുക്കിൽ കണ്ട മറ്റേ പറവൂർ താരകയുടെ മറുപടി കൊടുക്കണമായിരുന്നു. അവൻ അതിന് മറുപടി കൊടുക്കണം. അല്ല, അവന്റെ പിന്നെ മൂന്നിൽ കുറച്ച് അവന്മാർ ഇരിപ്പുണ്ടല്ലോ, ഡൽഹിയുള്ള പുള്ളി, അവനും അവന്റെ ഭാര്യയും ഒക്കെ ഇപ്പൊ ഇളകി കളിച്ചിട്ടുണ്ടല്ലോ. വൻ കളിയായി. രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞാൽ കേരള മുഖ്യമന്ത്രിയാകും AK ആന്റണിക്ക് മുന്നേ ഇവർക്കെല്ലാം നല്ല ബോധ്യമുണ്ട്. അയാളെ പോലെ നല്ല സ്റ്റേറ്റ്സ്മാൻ, ഇത്ര പഠനമുള്ളവൻ, ഇത്ര ഒരു കുലീനതയോടെ സംസാരിക്കുന്ന ഒരു വ്യക്തിയെ ഞാൻ കേരള രാഷ്ട്രീയത്തിൽ ആരും കണ്ടില്ല. അബിൻ വർക്കിയൊക്കെ വളരെ പുറകിലുണ്ടെങ്കിൽ പോലും ഇവന്റെ ഒപ്പം നിൽക്കാണ്ട് ഒറ്റ കൊടുത്തില്ല എന്നുള്ള ഞാൻ ഇപ്പൊ ഞാനൊരു പക്ഷേ ഏറ്റവും വിഷമം വരുന്നത് ഇപ്പൊ യൂത്ത് കോൺഗ്രസിലാണെങ്കിൽ നല്ല നല്ല കഴിവുള്ള നേതാക്കന്മാരുണ്ട്. പക്ഷെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഈ പറയുന്ന പോലെ നോവേ നിയർ എന്നുള്ളതാണെങ്കിൽ പോലും ഈ വൃത്തികെട്ടവന്മാര് ഒരുത്തം പോലും ഇല്ല. അന്നേരം ഇവന്മാരെ നോക്കിയാ ഈ ചത്ത് കിടക്കുമ്പോഴും ആ കസേരയിൽ എങ്ങനെ കയറി ഇരിക്കാമെന്ന് പറഞ്ഞ് ചിന്തിക്കുന്ന ഈ ഊത്തന്മാരെ ഇവന്മാർ സത്യം പറഞ്ഞാൽ ഒരു പാർട്ടിക്കും ഇല്ലാത്ത ഒരു യൂത്ത് ബ്രിഗേഡ് കോൺഗ്രസിനുണ്ടായിരുന്നു. അന്നേരം ഇവന്മാർ ഇത്രയും നികൃഷ്ടന്മാരും കുതികാലി വെട്ടികളും സ്വാർത്ഥന്മാരുമാണെന്നുള്ള ഒരു കാരണം ഇവന്റെ എല്ലാത്തിന്റെ അണ്ണാക്കി പഴവും വെച്ചോണ്ടിരിക്കും. ഒരുത്തം പോലും എന്നാ മിണ്ടുന്നില്ല. എന്നാൽ ഇവർ ശത്രുത എല്ലാം മാർക്കട്ടെന്നേ. ശത്രുത ഇപ്പൊ ഈ ഓരോരുത്തന്മാരുടെയും ഫോൺ പിടിച്ച് മേടിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവന്മാരുടെ യഥാർത്ഥ സ്വഭാവം നമുക്ക് മനസ്സിലാവും. ഇവന്റെ എല്ലാം വാട്സാപ്പിനകത്ത് ചാറ്റ് എല്ലാം നമ്മളല്ലേ ഫോറസ്റ്റ് ക്ലബിൽ കൊണ്ട് കൊടുത്താൽ എല്ലാം എടുക്കാം. ഇവന്റെ ഈ പെർവേർട്ടുകളുടെ എല്ലാം ഫേസ് വരും. ഇവന്മാരെല്ലാം എന്നിട്ട് പമ്മി ഇവന്റെ ശവടൊക്കെ കൂടാൻ വേണ്ടി ഇരിക്കും എല്ലാവരും. എന്നിട്ട് അവിടെ കയറി ഇരിക്കാന്ന് പറഞ്ഞു. ഇവന്മാരുടെ മെറ്റല് തെളിഞ്ഞില്ലേ? ഇനിയിപ്പം കോൺഗ്രസിന് മറ്റുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ അടിക്കുന്ന അടിക്കെല്ലാം മറ്റുള്ള മണ്ഡലങ്ങളിലും വോട്ട് കുറഞ്ഞുകൊണ്ടിരിക്കും ഇല്ലേ? ഇവന്മാരുടെ ഈ പ്രസ്ഥാനത്തിന്റെ, അതുകൊണ്ടാണ് നമ്മളിപ്പോ മിഷൻ 60 എന്ന് പറയുന്ന ഒരു ക്യാമ്പയിൻ തുടങ്ങിയത്. ഇന്ന് 59 ദിവസം, ഇന്നലെ നമ്മൾ തുടങ്ങി 59 days. ഈ 59 ദിവസത്തിനുള്ളിൽ ഈ കേരളത്തിൽ ഈ കോൺഗ്രസിന്റെ അടിത്തറ ഇവിടുത്തെ കോൺഗ്രസ്സുകാർ തോണ്ടുന്നതിന് നമ്മൾ ജനങ്ങളെ ദൃക്സാക്ഷികളാക്കും. നമുക്ക് സങ്കടമുണ്ട്. കാരണം ഇത്രയും വലിയ ഒരു മോശം ഭരണം കാഴ്ചവെച്ചിട്ട് പുറത്തു പോകാനായിട്ടുള്ള പാസ്പോർട്ടും വിസ അടിച്ചിരിക്കുന്ന ഒരു പാർട്ടിയെ വീണ്ടും കൊണ്ടുവരാനായിട്ടുള്ള വഴിമരുന്ന് നേടിയെടുക്കുകയാണ് നമ്മളുടെ വി ഡി സതീശൻ. അതുപോലെ പറ്റിയവർ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെയുള്ള യാതൊരു രാഹുവും കേതുവും ഇല്ലാത്ത ഒരു KPC പ്രസിഡന്റും മിണ്ടാട്ടില്ല. അയാൾക്ക് മിണ്ടാൻ പറ്റില്ല. മിണ്ടി നാളെ ഉച്ചയ്ക്ക് പറയാം. വി ഡി സതീശനോട് ചോദിച്ചിട്ട് പറയാമെന്ന്. മനസ്സിലായോ? പറയാണ്ട് മറ്റേ സുധാകരൻ അന്നേരം വിവരം പറയും. പുള്ളി ചിലപ്പോൾ ചില ന്യൂസ് ടോക്ക് വരും. മനുഷ്യന് അത്രേ ഉള്ളൂ. അതാ പച്ചയായ മനുഷ്യനാണ്. എനിക്ക് അതിനകത്ത് യാതൊരു കുഴപ്പമില്ല. ജനങ്ങൾ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. അവിടെയാണ് പ്രശ്നം. ഇവിടെ ഇന്നത്തെ കളി ബോംബ് പൊട്ടിക്കുന്ന പറഞ്ഞു. ഒരു ബോംബും പൊട്ടിക്കാൻ പോകുന്നില്ല. പെരുന്തച്ഛന്റെ പണിയാണ് ഇപ്പം വി ഡി സതീശൻ ചെയ്തത്. പെരുന്തച്ഛൻ കാരണം കേക്ക് മുതലാളി കേക്ക് മുറിച്ചു കൊടുത്ത് അവളുടെ വായിൽ വെച്ച് കൊടുത്തിട്ട് അവനാണ് അത് പൊട്ടിച്ചെന്നുള്ള എല്ലാ അരിയാഹാരം കഴിക്കുന്ന മനുഷ്യനും മനസ്സിലാവും. ഇല്ലേ? അല്ല, ഈ കേക്ക് കൊടുത്ത അവളുമായിട്ട് അങ്ങനെ ഉള്ള ആ യുവതിയായിട്ട് ബന്ധമുള്ള ആളാണ്, മകളെ പോലെയാണെന്ന് പറഞ്ഞവൻ. അങ്ങനെ ഉണ്ടാണെങ്കിൽ ഇടവേ എന്റെ അനിയനാട്ടോ രാഹുൽ മാങ്കൂട്ടം, അവന് മിസ്റ്റേക്ക് കാണിച്ചു. ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞത് നീ ഒന്നിനും പോകണ്ടെന്നല്ലേ പറഞ്ഞു തീർക്കേണ്ടത്. അവന് കഴിവുണ്ടെന്നല്ലേ മനസ്സിലാക്കുന്നതിന്. അവളുമായിട്ട് അങ്ങനത്തെ ബന്ധം സ്ഥാപിക്കുന്ന ആള് ഇത് പൊട്ടിച്ചാന്നുള്ള ഇയാൾ ഫാബ്രിക്കേറ്റ് ചെയ്ത പരിപാടിയാണ് ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ നടന്നിരിക്കുന്നത്. എനിക്ക് നല്ല ബോധ്യമാണ്. ഇതൊരു സ്ട്രൈക്കാണ്. ഇതൊരു സ്ട്രൈക്കാണ്. നമ്മുടെ ഒരു വല്ലാത്ത സ്ട്രൈക്കായി ചേർക്കാനുണ്ട് ഈ പയ്യനിട്ട്. എന്നിട്ട് അസൂയ മൂത്ത് അവനെ കഴിഞ്ഞ് നല്ല ഒന്നാന്തരമായിട്ട് സംസാരിക്കാനും അത് കൗണ്ടർ ചെയ്യാനും ഉള്ള എതിരാളികളെ ഭസ്മാക്കാൻ കഴിയുള്ള എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയാമോ? ഇത് സംഭവിച്ചെല്ലാം നല്ലതില്ല. കാരണം രാഹുൽ മാങ്കൂട്ടം എന്നൊരു വ്യക്തിയുടെ എന്താ പറഞ്ഞ ആ ഒരു വാല്യൂ ഇവന്മാര് മനസ്സിലാക്കുവാൻ വേണ്ടി, അതായത് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുക. കാരണം ഇവന്മാരെ സംബന്ധിച്ച് ഇവന്മാരെ അറിയാം, ശശി തരൂരിനെ അറിയാം. ഇവന്മാർ അടുപ്പിക്കത്തില്ല, കൊള്ളാവുന്ന ഒരുത്തരും ഇവന്മാർ അടുപ്പിക്കത്തില്ല. അന്നേരം രാഹുൽ മാങ്കൂട്ടം എന്ന വ്യക്തിയുടെ ആ ഒരു വാല്യൂ മനസ്സിലാക്കി കൊടുക്കുവാൻ ഇതൊരു പ്രകൃതിയുടെ ഒരു വിധിയായിരുന്നു. ഇത് സുനിലെ പ്രത്യേക ഒറ്റ കാര്യം ഞാൻ പറയുന്നത്, ശശി തരൂർ വന്നപ്പം ഊതി ഉയർപ്പിച്ച ബലൂൺ എന്ന് പറഞ്ഞ പാർട്ടിയായത്.
രാഹുൽ ഈ ഈ ഈ രാഹുൽ നമ്മുടെ ഈ സതീശൻ പറഞ്ഞതാണ് ഊതി വീർപ്പിച്ച ബലൂണാണ്. കാരണം അന്ന അസൂയെന്നറിയോ അവന്. നാട്ടുകാർ അയാൾ ഒരു ചൊവ്വുള്ള നായര്. ഇവൻ വന്നാൽ നായർ എല്ലാം അതൊരു വിധം ഉണ്ടല്ലോ, അതിനകത്ത് വരുമ്പോൾ തട്ടി ദൂരെ പോകുന്നറിയാം. ആ ഇതിലൊക്കെ ഭേദമാണ് വിക്കിയാ പറയുന്നെങ്കിലും എതിര് പറയുന്നെങ്കിലും ചെന്നിത്തല ഭേദം. ചെന്നിത്തല നേരെ അങ്ങ് അറ്റാക്ക് ചെയ്യത്തില്ല. സുധാകരൻ പറഞ്ഞ പറയത്തില്ല, വിക്കിയാണ്. പുള്ളിക്ക് പേടിയുണ്ട്, പറഞ്ഞാൽ ശരിയാകുമോ ശരിയാക്കിയാലോ. എല്ലാ സംസാരം ശ്രദ്ധിച്ചു. ഏത് സംസാരത്തിനും ചെന്നിത്തലയുടെ പ്രശ്നം. ചെന്നിത്തല കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാൻ ചെന്നിത്തലയുടെ കൂടെ കോട്ടയത്ത് വന്നപ്പം പാതുവ മുതൽ കുമാരനൂർ വണ്ടി ഓടിച്ചൊരു ആവശ്യമില്ല, വണ്ടി ഓടിച്ച് അതിന് പുറകെ ഫാനായിരുന്നു. അന്ന് ചാഴികാടൻ മരിക്കുന്ന ഭാഗത്ത് ഞാൻ പറയാം, ഇപ്പൊ എവിടെ സംസാരിച്ചാലും ചെന്നിത്തലയുടെ അടുത്ത് വെച്ചു ചെന്നിത്തല വിക്കി പറയുള്ളൂ. പുള്ളിക്ക് തപ്പല, പേടിയാ, പുള്ളിക്ക് ധൈര്യമില്ല. അത് ക്ലാരിറ്റി ഓഫ് തോട്ട് ഇല്ല, അതുകൊണ്ടാ. കാരണം ആ കണ്ണിങ് ആണ്. സോ ഈസ് വെരി സ്കേർഡ് അബൌട്ട് ആ ഒരു ടങ്സ് ഇതുണ്ടായാൽ പണി കിട്ടുമെന്ന് പേടിയാ. തിരിച്ച് ബൂമറാങ് പോലെ തിരിച്ചു വരുമെന്ന് പുള്ളിക്ക് അപ്പോഴും പേടിയാ. എന്നാൽ രാഹുലിനെ കണ്ടോ ഇത്രയും ആരോപണങ്ങളുടെ ഇത്രയും നിൽക്കുമ്പോൾ പോലും എന്ത് ശാന്തനായി, എന്ത് കെയർഫുൾ, ആ ഒരു പ്രസൻസ് ഓഫ് മൈൻഡോട് കൂടിയാണ് ഒരു ആൻസർ പോലും കൊടുക്കുന്നത്. അവനിപ്പം എന്റെ സുനിലെ അവന്റെ സംസാരത്തിനകത്ത് അവന്റെ ആ കുടുംബ മഹാത്മ്യം വരെ വിളിച്ചു പറയുന്നുണ്ട്. അവന്റെ അത്ര സംസാരം നല്ല ആഭിജാത്യമുള്ളൊരു പയ്യനാ. ഇത്ര ഒരു പയ്യനെ കിട്ടാനായിട്ട് കേരള രാഷ്ട്രീയത്തിൽ ആരും ഉണ്ടെന്ന് എനിക്കിപ്പോ തോന്നുന്നില്ല. എനിക്ക് പി സി വിശ്വനാഥ് ഇത്ര സംസാരിക്കില്ല. പി സി വിശ്വനാഥ് എനിക്കിഷ്ടം ആളെ, സംസാരിക്കില്ല. ഇതുപോലെ എതിരാളിയെ ഫാസ്മാക്കുക, അവനെ നോക്കാതെ. മറ്റൊരറിയോ, പിണറായി വിജയൻ കല്യാണത്തിന് വിളിക്കാവുന്ന രീതിയിലേ അവർ സംസാരിക്കുകയുള്ളൂ. പിണറായി വിജയൻ ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിലെ പിണറായി വിജയനെ കൊല്ലാനുള്ള വാശി കാണും. കാരണം അതുപോലെ അറ്റാക്ക് ചെയ്യുന്ന പാർട്ടിയെ. പക്ഷെ മറ്റവരൊക്കെ സംസാരിക്കുന്നത് അറിയോ, ഒരു സ്പേസ് ഇട്ട് കൊടുത്താ സംസാരിക്കുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് എനിക്കറിയാം. ഞാൻ അല്പസ്വല്പം എഴുതുകയൊക്കെ ചെയ്യുന്ന ആളായിരുന്നു. ഞാൻ വായിക്കുകയും ചെയ്യുന്ന ആളാണ്. അത് ഞാൻ പറയുന്നത്, ഇത് നമുക്ക് മനസ്സിലാവും. എന്റെ എല്ലാ ഫ്രണ്ട്സിനും മനസ്സിലാവും. ഞാൻ എല്ലാവരുമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. കാരണം രാഷ്ട്രീയ ഇല്ലെങ്കിൽ തന്നെയും ഇത് ഒന്നുമില്ലാത്ത കാണെന്ന് പറഞ്ഞൊരു പുള്ളി ഇപ്പൊ ഇവിടെ കൊച്ചി വന്നിട്ടുണ്ട്. പുള്ളിയും പറഞ്ഞു ഇത് എന്നാണ് നല്ലൊരു ചെറുക്കായിരുന്നു. അവരെല്ലാരും പറഞ്ഞു. എന്റെ പേര് തോമസ്, ഞാൻ കോട്ടയംകാരനാണ്. ഈ വാർത്ത കേട്ടപ്പോൾ ഞങ്ങൾക്ക് തന്നെ മനസ്സിൽ മറ്റു വലിയ ഭാരം തോന്നിയില്ല. ആ പയ്യനോട് ചെയ്തതേ വല്ലാത്തൊരു അവസ്ഥയായിപ്പോയി. വളർന്നു വരുന്നത് നല്ലൊരു പയ്യൻ. അത് സതീശനും രമേശനും പയ്യനെ ഈസിയതിലാക്കിയത്. രമേശൻ ഇപ്പൊ അക്ഷരം മിണ്ടുന്നില്ലല്ലോ, അക്ഷരം മിണ്ടുന്നില്ല. രമേശനാണ് നമ്മുടെ പുള്ളിക്ക് വേണ്ടി ഉമക്കത്ത് വരെ അയച്ചിട്ടുള്ള, ഉമ്മൻചാണ്ടിക്ക് വേണ്ടി പണ്ട് വർഷങ്ങൾക്ക് മുമ്പേ. അപ്പം പുള്ളിയും സതീശന്റെ പല കാര്യങ്ങൾ മറയ്ക്കുവാൻ വേണ്ടി ആയിരിക്കും കൊടുക്കുകയായിരിക്കും നമ്മുടെ പാങ്കൂട്ടത്തിന്. പുള്ളിയുടെ ആ കേക്ക് മുറിക്കുന്ന ആ ഇതൊക്കെ കണ്ടു. അപ്പൊ പുള്ളി എന്താന്ന് എനിക്ക് മനസ്സിലാകുന്നത് പുള്ളിയുടെ. അപ്പം പുള്ളി എപ്പോഴും പുള്ളി ഒഴിവാക്കിയതാണെന്ന് തോന്നുന്നു. ഈ സതീശൻ അവിടെ നിന്ന് ജയിക്കാൻ ഒരിക്കലും ഒരു യോഗ്യനല്ല. പുള്ളിയുടെ പ്രവർത്തനം ഇല്ല. ഞാൻ പറഞ്ഞ ജയിക്കട്ടെ. അന്ന് നിങ്ങളെ സുനിലിന്റെ ആ പ്രയത്നം ഉണ്ടെങ്കിൽ കുറച്ച് വോട്ട് പോകും. ഈ അസംബ്ലിയിൽ സതീശനും വരാൻ പാടില്ല, രമേശിനും വരാൻ പാടില്ല. ഞാൻ പറഞ്ഞത് ഇതിന് മുമ്പ് തന്നെ രാഹുലിനെ അവരുടെ ആ വേറൊരു രഹസ്യത്തിനും പറഞ്ഞിട്ടുള്ളൂ. നല്ലൊരു പ്രവർത്തനം പുള്ളി പറഞ്ഞേ. അതിന്റെ കേരളത്തിൽ ഒരു കമ്പനി വിളിച്ചു കൂട്ടിയിട്ട് നല്ലൊരു ജനപങ്കാളിത്തം ഉണ്ടാകണം. ആ ചെറുക്കിനെ ഇപ്പം കോൺഗ്രസിന് കഴിഞ്ഞിപ്പം കോൺഗ്രസ് സപ്പോർട്ട് ചെയ്യുന്ന നേതാക്കൾ മതിയല്ലോ. അതിന് ജനങ്ങൾ ഈ പയ്യന്റെ ഭാഗത്ത് ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിക്കണം. അതാണ് ആവശ്യം. അല്ലാതെ ഇവനെ ഒരിക്കലും ഇങ്ങനെ രക്ഷപ്പെടുത്തും. ഈ സതീശനെ ഉടുപ്പ് വെച്ചുകൊണ്ടിരിക്കുകയാണ് മുഖ്യമന്ത്രിയാകാൻ. ഞാൻ പറഞ്ഞത് ഇനി മുഖ്യമന്ത്രിയാകുള്ള നമ്മുടെ VM സുധീരനോ സുധാകരനോ പഴയ നേതാക്കന്മാർ പറയുന്നത് VM സുധീരൻ യോഗ്യനല്ല. പുള്ളി വളരെ നല്ലൊരു കറക്റ്റുള്ള മനുഷ്യൻ. VM സുധീരൻ തൻ്റെടുള്ളതാണ് സുധാകരൻ. അല്ല, ഈ രണ്ട് വ്യക്തി ആൾക്കാർ ഒരു കാരണവശാലും. അതുകൊണ്ട് ജനങ്ങളോട് നിങ്ങൾ വളരെയധികം ശക്തമായി ഇതിനെക്കുറിച്ച് സംസാരിക്കണം. ഞാൻ പറഞ്ഞ ഈ ഒരു നല്ലൊരു മീറ്റിംഗ് പോലെ വിളിച്ചു കൂട്ടണമെന്ന് പറഞ്ഞു ഈ സർവീസിൽ ഇവരായിട്ട്. ഞാൻ കണ്ണൂർ ഇരിക്കൂർന്നാണ് വിളിക്കുന്നത്. നമ്മുടെ ഈ പറവൂര് ആ നാറി എന്നെ കാണിച്ച് എന്തിനു വേണ്ടി ഇവനെ പുറത്താക്കിയത്? രാഹുൽ മാവട്ടത്തെ എന്തിനു പുറത്താക്കി? ആ പറവൂർ രാഹുൽ ഇവിടെ എന്തിനും അവര് ഇതുവരെ പുറത്ത് ഇറങ്ങിയില്ലേ 1.5 വർഷമായിട്ട്. അവനോട് പറഞ്ഞേക്ക് കണ്ണൂരിൽ വിളിക്കുന്നത് ഞാനൊരു കോൺഗ്രസ്സുകാരനാണ്, അതുകൊണ്ട് വിഷമം കൊണ്ട് പറയുന്നത്. ഞാൻ 17ാമത്തെ വയസ്സിൽ കള്ളവോട്ട് ചെയ്തിട്ട് എന്റെ കള്ളവോട്ട് ചെയ്തതാണ്. ഏത് പാർട്ടിക്ക് വേണ്ടി? കോൺഗ്രസിന് വേണ്ടി. അന്ന് മുതൽ ഇന്ന് വരെ 68 വയസ്സായി ഇന്ന് വരെ ഞാൻ കോൺഗ്രസിന് വേണ്ടി എല്ലാ ഇലക്ഷനും നടന്ന് വർക്ക് ചെയ്യുന്ന ആളാണ്. എനിക്കെന്നേ പറയാനുള്ളൂ, അവനെ പുറത്താക്കാൻ കഴിയുന്നത്രയും വേഗം അവനെ തിരിച്ചെടുക്കണം. അല്ലെ പഞ്ചായത്ത് ഇലക്ഷന്
അവന്റെ കുപ്പായം വരെ ഞങ്ങൾ ഇവിടെ വരുമ്പോൾ ഇരിക്കൂർ അവൻ വരും. ഇരിക്കൂർ നമ്മുടെ നിയോജകമണ്ഡലമാണ് ഞങ്ങളുടെ കോൺഗ്രസിന്റെ. ഞങ്ങൾ തോപ്പിക്കും. ഞങ്ങൾ ആരാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ്, അസംബ്ലി തെരഞ്ഞെടുപ്പ് എല്ലാം ഞങ്ങൾ തിരിച്ചു കൊടുക്കും. അതന്നെ. അതുപോലെ തന്നെ വേറെ ഒരുത്തനുണ്ട്, ഒരു മോഴ. അവൻ ഇരിക്കൂറിന് ബ്ലോക്കില് സംഘടനാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ കയറി വന്നെന്നുള്ളവരും നമുക്കറിയാം. 100% മെത്രാന്മാരുടെ നോമിനിയാണ്. അവരുടെ വോട്ട് കിട്ടാൻ വേണ്ടി പാറി എഴുതുക. ഇവൻ വന്നുകൊണ്ട് ഒരു കാരണവശാലും ഒരു ഗുണമില്ല. ഒരു കത്തോലിക്കലും ഒറ്റ വോട്ട് കൊടുക്കണം. ഇവന്റെ പണിയല്ലേ. ഇവൻ എന്തിനാ ഇവൻ കയറി വന്നത്? ഈ നല്ല ഞങ്ങളുടെ കണ്ണൂരിന്റെ പറത്തലവരോട് ഇല്ലായിരുന്നോ? ഞങ്ങളുടെ കണ്ണൂരിന്റെ പറത്തലവർ അവനെ വിളിക്കും. ഇന്ന് കേരളത്തെ രക്ഷിക്കണം. കെ സുധാകരന് അയാൾക്ക് എന്ത് കുഴപ്പമാണ് അവനെ ഒഴിവാക്കിയത്? അത് ഈ VD സതീശൻ അവനെ ഒഴിവാക്കിയത് അല്ലേ? 100% സതീശനുണ്ട്, വേറെയുണ്ട്, എല്ലാ നേതാക്കന്മാർക്കും പങ്കുണ്ട്. ഈ 3 പേർക്കും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സുധാകരനായിരുന്നു KPCC പ്രസിഡന്റെങ്കിൽ ഈ ഇങ്ങനത്തെ പരിപാടികൾ നടക്കുമായിരുന്നോ? ഇല്ലില്ല, സുധാകരനാണെങ്കിൽ നടക്കുകയല്ല. ചങ്കൂച്ചുള്ളവനാ. കണ്ണൂരിന് കയറി വന്നവനാ. കണ്ണൂരെ പടത്തലവൻ തന്നെയാ സുധാകരൻ. ഇപ്പൊ കണ്ടോ കോൺഗ്രസ് നേതാക്കന്മാരെ ഷാഫി അടക്കം വഴിയിൽ ഇവന്മാർ അടിക്കാൻ തുടങ്ങുന്നു. ഇവന്മാര് വെറും കിണകളാണെന്ന് തോന്നല്. ഇതിന്റെ കെട്ടുറപ്പ് പോയെന്നുള്ളതുകൊണ്ടല്ലേ ഇവന്മാര് കയറി ഇപ്പൊ അടിക്കാൻ തുടങ്ങുന്നത്? അതെ, ഇവരുടെ കെട്ടുറപ്പ് പോയി, ഉറപ്പാണ്. കഴിഞ്ഞ 6 മാസമായിട്ട് ഞങ്ങളൊക്കെ മര്യാദക്ക് കിടന്ന് ഉറങ്ങുന്നു. പക്ഷെ ഇരട്ടച്ചങ്ങന്റെ ഭരണം പോവും. നമുക്കറിയാം. ഇവര് ഈ ചെറുപ്പക്കാർ കയറി വന്നാല്, ഈ ചെറുപ്പക്കാരെ 10-30 പേര് കയറി വന്നാൽ 30 നിയോജകമണ്ഡലത്തിൽ ചെറുപ്പക്കാരെ ആക്കാൻ നമ്മൾ ഈ കോൺഗ്രസ് തീരുമാനിച്ചതാണ്, KPCC അല്ലേ? അവര് വന്നാൽ ഈ പന്ന നാറിയുടെ ഈ പറവൂരിന്റെയും മറ്റവരുടെയും ഒക്കെ പണി തീരും അവര് കയറി വന്നാല്. അതുകൊണ്ട് കരുതിക്കൂട്ടി ചെയ്തതാണ്. ഇവന്മാർക്ക് ഈ പെണ്ണു വിഷയത്തിൽ ഇതുപോലെ സ്വഭാവ ദൂഷ്യമുള്ള ഇവന്മാർക്ക് പറയുവാൻ എന്തെങ്കിലും ഒരു യോഗ്യതയുണ്ട്? ഇവന്മാരൊക്കെ എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് പ്രവർത്തകർ എന്ന നിലയ്ക്ക് ഇവന്മാരെ കുറിച്ച് എന്താണ് വിലയിരുത്തല്? ഇവിടെ കടകളിൽ ഇരിക്കൂർ നിയോജകമണ്ഡലത്തിൽ കടകൾ എവിടെ ചെന്നാലും ഇവർക്കിട്ട് ഭാര്യയെ മാത്രമേ ഉള്ളൂ. ഇത് മാത്രമേ സംസാരമുള്ളൂ. ഏത് കടയിൽ ചെന്നാലും. ഞാൻ ഇന്ന് വൈകുന്നേരം കുറെ കേട്ടിട്ടാ വന്ന് ഈ VD സതീശന്റെ കഥയിൽ എല്ലാ കള്ളന്മാരുടെ കഥ നമ്മളോട് പറഞ്ഞതാ. ഈ വലിയ മൂത്തവന്മാരുടെ പണി. ഒരു കാരണവശാലും അടുത്ത ഇലക്ഷന്, പഞ്ചായത്ത് ഇലക്ഷന്, നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇവിടെ ഞങ്ങളുടെ ഈ ടൗണിൽ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കരിങ്കൊടി വേണമെങ്കിൽ ചെരുപ്പ് എറിയും. ആരെ ഉറപ്പാ, ഒരു മാറ്റമില്ല. ഹലോ, ഞാൻ തൊടുപുഴന്ന് ഈ മാങ്കൂട്ടത്തിന്റെ ഇത് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ജോണി എന്നാണ് എന്റെ പേര്, ആലക്കോട് നിന്നാണ്. അപ്പം ഞാൻ പക്ക കമ്മ്യൂണിസ്റ്റുകാരനാണ്. പക്ക കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇന്നുവരെയും ഒരു വോട്ട് പോലും ഞാൻ വേറെ പുറത്ത് ചെയ്യാത്ത ആളാണ്. ഇനി വരുന്ന ഈ ഇലക്ഷനിലെ വോട്ട് പിണറായിയുടെ ഭരണം ശരിക്കും എല്ലാവർക്കും എടുത്തിട്ടുണ്ട്, എനിക്കും എടുത്തവനാണ്. ഞാൻ പിണറായിക്ക് എതിരായിട്ട് കോൺഗ്രസിന് വോട്ട് ചെയ്യാനായിട്ട് ഇരുന്ന ആളാണ്. പക്ഷേ ഈ മാങ്കൂട്ടത്തിന് നല്ല ഉയർന്നു വരുന്ന നേതാക്കന്മാരെ അടിച്ചൊതുക്കുന്ന ഈ കോൺഗ്രസിന് എന്ത് വിശ്വസിച്ച് നമ്മൾ വോട്ട് ചെയ്യും? ഈ VD സതീശൻ ചെയ്തത് ശരിയാണെന്ന് ഇപ്പൊ ഞാൻ കേട്ടോണ്ടിരുന്നപ്പോ പറഞ്ഞത് കേട്ടു. VD സതീശൻ ചെയ്തത് എന്താണ് ശരി? അതിന്റെ അകത്ത് എന്താണ് ന്യായമുള്ളത്? VD സതീശനും ഈ രമേശ് ചെന്നിത്തലയും തമ്മിലടിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയല്ലേ? VD സതീശൻ ഒരു കാരണവശാലും ഈ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരില്ല എന്നറിഞ്ഞുകൊണ്ട് ഈ കോൺഗ്രസിനെ തകർത്തെറിയാൻ വേണ്ടിയിട്ടല്ലേ VD സതീശൻ ഇങ്ങനെ ഒരു ഇതില് മുൻകൈയെടുത്തേക്കുന്നത്. അതുകൊണ്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിന് ഫുള്ളായിട്ടുള്ള സപ്പോർട്ട്. ഇപ്പം നിങ്ങളുടെ ചാനൽ, ഞാൻ 24 മാത്രം കണ്ടുകൊണ്ടിരുന്ന ഒരാളാണ്. 24 ഇപ്പം ഞാൻ കാണാറില്ല. നിങ്ങളുടെ ചാനൽ മാത്രമാണ് ഇപ്പം ഞാൻ കാണുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറുപ്പക്കാരന് വേണ്ടിയിട്ട് ഒച്ചയെടുക്കാനും പറയാനും കഴിവുള്ള ഒരു ചാനൽ നിങ്ങളുടെ മാത്രമേ ഞാൻ കണ്ടുള്ളൂ. ഞാൻ എല്ലാ ചാനലുകളും മാറി മാറി കണ്ടായ ഒരു ചാനലാണിത്. ഞാൻ ആ വ്യക്തിക്ക് വോട്ട് ചെയ്തിട്ടില്ല. പക്ഷെ ഈ കോൺഗ്രസ്സിൽ ഈ നിയമസഭയിൽ കയറി നിന്ന് വർത്താനം പറയാൻ പറ്റിയ ഒരാൾ വന്നത് ഈ രാഹുൽ മാങ്കൂട്ടവും ഷാഫി പറമ്പില്, ഈ ഉമ്മൻചാണ്ടി, ഇങ്ങനെയുള്ള ആൾക്കാരായിരുന്നു. അവരെ തകർത്തുകൊണ്ട് ഈ രമേശ് ചെന്നിത്തലയും VD സതീശനും കൂടി ഒത്തുകളിച്ചുള്ള പാർട്ടിക്കകത്ത് തന്നെയാണ് ഈ ഇത് വന്നിരിക്കുന്നത്. എന്റെ പേര് ഗിൽബർട്ട് കാട്ടാക്കട. ഞാൻ ഒരു പഴയ പഞ്ചായത്ത് മെമ്പറാണ് കോൺഗ്രസിന്റെ. പിന്നെ ട്രേഡ് യൂണിയനിലായപ്പോ INTC ആളായിരുന്നു. ഇപ്പോ ഒറ്റശേഖരമംഗലം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറിയാണ്. ഈ പാവപ്പെട്ട പയ്യനെ യവന്മാർ ഈ ചതിയന്മാരുടെ മുമ്പായിട്ട് എറിഞ്ഞു കൊടുക്കുന്നതിൽ എന്ത് സങ്കടമുള്ള കാര്യം അറിയാമോ? ഒരു വേട്ടപ്പട്ടിയെ പോലെ വേട്ടയാടാനായിട്ട് ഈ പാവപ്പെട്ട ചെറുക്കനെ പറ്റി അവരുടെ മുമ്പിട്ട് കൊടുക്കുന്നത്. ഇത്രയും മഹാദുഷ്ടന്മാർ മനസ്സാധിക്കുമ്പോ ഈ സതീശനൊക്കെ എന്തൊരു വൃത്തികേടാണ് കാണിക്കുന്നത്. ഈ മൂക്കി പഞ്ഞി വെച്ചാലേ ഇവനൊക്കെ മാറുന്ന രീതിയിലാണ് പുതിയ തലമുറ ഉയർന്നു വരാൻ പാടില്ല. എല്ലാവരെയും അമർത്തി ചെയ്യണം. ഇത്രയും ദുഷ്ടത്തിലുള്ള മനുഷ്യർ നമ്മുടെ സമൂഹത്തിലുണ്ടോ? ഇത് ചോദിക്കാനും പറയാൻ ആരുമില്ല. കാരണം പാവപ്പെട്ട ചെറുക്കനെ യുവത്വത്തിന്റെ പ്രസരിപ്പിൽ അവൻ അവിവേകം നിഷേധിക്കുന്നത് ആയിക്കോട്ടെ, അതിന് ഒരു പരിധിയിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്
ഈ പെണ്ണ് കെട്ടി മക്കളെ കെട്ടിച്ചു കൊടുക്കാൻ പ്രായമായ ഗണേശൻ കാണിച്ചതൊക്കെ ന്യായീകരണം, മുഖേഷ് ജയിച്ചിരുന്ന ന്യായീകരണം, ഇതൊക്കെ പിണറായിക്കല്ലേ വേറെ ആർക്കും ചെയ്യാൻ കഴിയുന്നത്? ഇതിന് പോലും സതീശനെ എന്നോട് കൂട്ടു നിൽക്കുന്നത് സഹിക്കാൻ കഴിയുന്നില്ല. ഇത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ സുഹൃത്തെ. ഓക്കെ. ഞാൻ മണ്ണാർക്കാട് നിന്നാണ് വിളിക്കുന്നത്. മണ്ണാർക്കാട് നിന്ന് ഫിലിപ്പ് എന്നാ എൻ്റെ പേര്. പാലക്കാട് മണ്ണാർക്കാട്. അപ്പൊ ഈ രാഹുലിന് എന്തുകൊണ്ടാണ് ഇവര് ഈ രമേശും മറ്റേ ഇവനും രാഹുലും ഒക്കെ മറ്റേ എന്താ അവന്റെ പേര് പറഞ്ഞ സതീശൻ, അവനാണ് തന്തയ്ക്ക് പറക്കാതെ പറഞ്ഞവൻ. അവൻ ഈ പറയുന്നത് എന്താണ് ഈ കൊച്ചിയർക്കിനെ പറ്റിയിട്ട്? അവൻ ഈ പറയുന്നത് എന്താണ്? ഞാനൊക്കെ എന്റെ 18ാമത്തെ വയസ്സ് തൊട്ട് ഇന്ദിരാ കോൺഗ്രസ്സുകാരനാ. ഇവിടെ ചെറുപ്പം തൊട്ട് ഇവിടെ കോൺഗ്രസ് ഉണ്ടായി. ആദ്യം കേരള കോൺഗ്രസും മാണി ഗ്രൂപ്പിലായിരുന്നു. പിന്നെ അവർ നമ്മുടെ ഒരു നേതാവ് കാല് മാറിയപ്പോ ഞങ്ങൾ മാറി. എന്നിട്ട് ഞങ്ങൾ ഇന്ദിരാ കോൺഗ്രസ് ആയതാ. ഒരുപാട് മുസ്ലിം എന്റെ സുഹൃത്തുക്കളുണ്ട്, മൊയ്തുണ്ട്, സിദ്ധിയുണ്ട്, അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ ഇന്ദിരാ കോൺഗ്രസ് കൂടിയിട്ട് നിന്ന വ്യക്തികളാണ്. എന്നിട്ട് ഇപ്പൊ ഉണ്ടല്ലോ ഇത് തന്തയ്ക്ക് പറക്കാത്ത പരിപാടിയാണ് ഈ കോൺഗ്രസ്സുകാർ ചെയ്യുന്നത്. എനിക്കിഷ്ടമല്ല. ഈ രമേശ് ചെന്നിത്തല ഇനിയിപ്പോ ഒരു മുഖ്യമന്ത്രി സ്ഥാനം കിട്ടാൻ ചാൻസ് രമേശ് ചെന്നിത്തലയ്ക്ക് കൊടുക്കണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം കേട്ടോ. ഇനിയിപ്പോ രാഷ്ട്രീയ പാരമ്പര്യം നോക്കുകയാണെങ്കിൽ ഇന്നലെ മിനിഞ്ഞാന്ന് വന്ന ഈ സതീശനുണ്ടല്ലോ, അവനിങ്ങനെ വലിയ ആളായിട്ട് നടക്കുന്നത് കാണുമ്പോഴാണ് വലിയ പ്രശ്നം. സംഭവം ശരിയാ സാറേ. ഞാൻ പറയുന്നത് എന്താണെന്നറിയോ? ഞാനിന്നാള് ഇത് ഞങ്ങളെ കവലയിൽ നിന്നുകൊണ്ട് സംസാരിച്ച്, അപ്പൊ ഞങ്ങളുടെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് KP ഹംസ എന്ന് പറയും, ഞങ്ങളുടെ അയലോകത്തുണ്ടായിരുന്നതാണ്, ഞങ്ങളുടെ പഞ്ചായത്തിലെ പ്രസിഡന്റ്. അപ്പൊ ഈ VD സതീശന് ഇപ്പൊ മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ടുള്ള പിള്ളേരും ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കണം, ഈ പിള്ളേരെയൊക്കെ ദുരിതത്തിലാക്കുന്നത്. ഇവിടെ ഞങ്ങളുടെ പാലക്കാടൊക്കെ വന്നുകൊണ്ട് ചാണകവെള്ളം തെളിഞ്ഞ് ചൂലുകൊണ്ട് അടിക്കുവാനൊക്കെ ഈ VD സതീശനെയൊക്കെ. അവൻ ചാണകവെള്ളം തെളിച്ച് അവന്റെ മോഞ്ചിക്കിട്ട് അടിച്ചിട്ടില്ല, കുണ്ടിക്ക് ഒരു ചവിട്ടോട് കൊടുത്തു വിടണം നാറിനെ. എന്റെ പേര് മാത്യൂസ് എന്നാണ്. ഞാൻ വിളിക്കുന്നത് കോന്നിയിൽ നിന്നാണ്. എനിക്ക് 72 വയസ്സുണ്ട്. 4ാമത്തെ വയസ്സിൽ അപ്പൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൊടിയെടുത്ത് കയ്യിൽ തന്ന അന്ന് മുതൽ വിമോചന സമരത്തിന് അന്ന് മുതൽ പങ്കെടുത്ത് അന്ന് മുതൽ ഇന്ന് വരെയും ഉറച്ചൊരു കോൺഗ്രസ്സുകാരനായിട്ട് ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. ഒരുപാട് നേതാക്കന്മാരുടെയും അവരുടെ പിന്നാമ്പറ കഥകളെയും അവരുടെ വളർച്ചയിൽ അവരാരെയൊക്കെ കുതികാലി വെട്ടി എങ്ങനെയൊക്കെയാണ് അധികാര സ്ഥാനങ്ങളിൽ വന്നതെന്നൊക്കെയും വ്യക്തമായിട്ട് അറിയാവുന്ന ഒരാളാണ് ഞാൻ. ആദ്യമായിട്ട് തന്നെ സുനിലിനെ അഭിനന്ദിക്കട്ടെ. ഇത്ര തന്റെ ഇടത്തോടുകൂടി ഉറച്ച തീരുമാനത്തോടുകൂടി നിശ്ചയദാർഢ്യത്തോടുകൂടി ഒരു ചെറുപ്പക്കാരനെ പൊതിഞ്ഞ് പിടിക്കുവാനും അവന് വേണ്ട എല്ലാ സപ്പോർട്ടുകളും പൊതുജനങ്ങളിൽ നിന്ന് സമാഹരിക്കുവാനും താങ്കൾ കാണിക്കുന്ന ആ ഒരു വലിയ ധൈര്യത്തിന് ആദ്യമായിട്ട് ഞാൻ അഭിനന്ദിക്കുകയാണ്. പറഞ്ഞു വന്നത് രാഹുൽ മാങ്കൂട്ടത്തിലെന്ന് പറയുന്ന ഇന്ന് കേരളത്തിന്റെ യൂത്തിന്റെ ശബ്ദം, കോൺഗ്രസിന്റെ ശബ്ദം ആയിട്ട് വന്ന ആ ചെറുപ്പക്കാരനെ ഇല്ലായ്മ ചെയ്യുവാൻ വളരെയധികം ബോധപൂർവം മെനഞ്ഞെടുത്ത ഒരു തിരക്കഥയുടെ ഭാഗമായിട്ടാണ് എടുത്ത ആ തീരുമാനങ്ങൾ എന്ന് പറയുന്നതിൽ ഒരുപാട് വിഷമമുണ്ട്. കാള വെറ്റൂന്ന് കേൾക്കുന്നതിന് മുമ്പ് തന്നെ കയറെടുത്തുകൊണ്ട് എടുത്തിയാടിയ കേരളത്തിലെ കോൺഗ്രസ്സുകാരോട് മാത്രമല്ല ഈ പാർട്ടിയെ തന്നെ CPM-ന്റെ കാൽക്കൽ അടിയറ വെച്ച വെറും ആരാധകന്മാരാണ് എന്ന് പറയാൻ എനിക്ക് ഒരു പേടിയുമില്ല. കാരണം VD സതീശൻ എന്ന് പറയുന്ന ആ വ്യക്തി കോൺഗ്രസിൽ പ്രസ്ഥാനത്തിലൂടെ വളർന്നു വന്ന ഒരാളല്ല. രമേശ് ചെന്നിത്തല അയാളുടെ വളർച്ചയിലൊക്കെയും കുതികാല് വെട്ടും കുത്തിത്തിരിപ്പും മാത്രം ഉണ്ടാക്കി ജനങ്ങളുമായി യാതൊരു ബന്ധങ്ങളോ യാതൊരു പ്രതിബദ്ധതയില്ലാത്ത ഒരു സ്വാർത്ഥനാണ്, ഒരു നീചനാണ്, ഒരു നരാധവനാണെന്ന് പറയുന്നതിൽ പറയുവാനാണ് ആഗ്രഹിക്കുന്നത്. കാരണം KC വേണുഗോപാൽ അയാൾക്ക് എന്ത് രാഷ്ട്രീയ ചരിത്രമാക്കുന്നില്ലേ ഉള്ളത്? അവന്റെ പെണ്ണുമ്പിള്ള ഒരു പെട്ടെന്ന് ഒരു FB പോസ്റ്റ് അങ്ങോട്ട് എടുത്തു. കാരണം അവരെ ആരാണ്ട് തെരുവ് വെച്ച് അവരുടെ തുണി അഴിച്ച മാതിരിയുള്ള ഒരു ഇതാണ്. അവരെ മാത്രമല്ല കേരളത്തിലെ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ പ്രവർത്തകരെന്നും എല്ലാവരും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന, അതായത് പ്രത്യേകമായിട്ട് അവരുടെ ഒരു കഴിവുകൾ കൊണ്ട് ഒന്നുമല്ല MLA സ്ഥാനത്തും ഒക്കെ വന്ന ആ സ്ത്രീകൾ പോലും ഒരു കോഴി കുഞ്ഞിനെ പൊതിഞ്ഞ് സൂക്ഷിക്കുന്നത് പോലെ
ഈ ചെറുപ്പക്കാർ പിള്ളേരെ പൊതിഞ്ഞ് സൂക്ഷിക്കേണ്ടതാണ്. ഞാൻ ചോദിക്കട്ടെ സുനിലെ, ഇവർക്കാർക്കെങ്കിലും ഈ കുട്ടികളിൽ നിന്നും എന്തെങ്കിലും മോശമായ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? പിന്നെ ഒരു MLA, സ്ത്രീ MLA പറയുന്നത് കേട്ടു, ഒരുപാട് കംപ്ലൈന്റുകൾ സ്ത്രീകൾ രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് എന്നോട് പരാതി പറഞ്ഞു. ഇവർക്ക് എന്തുകൊണ്ട് പാർട്ടിയുടെ അവരുടെ കോർ കമ്മിറ്റിയിലോ അല്ലെന്നൊരു ഇവരുടെ മറ്റ് മീറ്റിങ്ങുകളിലോ ഒക്കെ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യാൻ പറ്റുന്നില്ല? എന്താ അന്തസ്സുണ്ടായിരുന്നു? അല്ലെന്നൊരു ഇവർക്കൊക്കെ ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, ഇങ്ങനൊരു പരാതിയെക്കുറിച്ച് ഞാനും കേട്ടു, ഓക്കെ, ആ പരാതി നടക്കട്ടെ, അതിനെക്കുറിച്ച് അന്വേഷിച്ച് വ്യക്തമായ തെളിവോടുകൂടി അത് കോടതി പോട്ടെ, കോടതിയിൽ അയാള് തെറ്റുകാരനെന്ന് കണ്ടു കഴിഞ്ഞാൽ ഈ രാജ്യത്തെ നിയമ സംഹിതകൾ ശിക്ഷയുണ്ടല്ലോ, അത് അയാൾക്ക് കൊടുത്തോട്ടെ. അങ്ങനെ പറഞ്ഞ് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഈ കോൺഗ്രസിന്റെ ശബ്ദത്തെ, അല്ലെ രാഹുൽ മാങ്കൂട്ടം, ഷാഫി പറമ്പില്, അതുകൊണ്ട് തന്നെ മാത്യു കുഴൽനാടൻ, ചാണ്ടി ഉമ്മന്, ഇങ്ങനെ കുറെ യുവ നേതൃത്വം, അതായത് യൂത്ത് ബ്രിഗേഡ് ആണ് ഇന്നിപ്പോ കോൺഗ്രസിനെ കേരളത്തിൽ ജീവൻ വെപ്പിച്ചത്. ഇങ്ങനെ ഒരു പ്രസ്ഥാനം കേരളത്തിലുണ്ട്. ചുള്ളി കേട്ടിട്ടുണ്ടോ? കഴിഞ്ഞ കുറെ കാലങ്ങൾക്ക് ഒരു 2-3 വർഷങ്ങൾക്കപ്പുറം ഈ യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ഇവിടെ ഇല്ലായിരുന്നു. 2-3 പിള്ളേർ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലും ഭവിഷ്യത്തിൽ പോയി അതുങ്ങളെ അടികൊണ്ട് ചുരുണ്ട് ചവിട്ടും ഏറ്റു വരിക എന്നുള്ളതല്ലാതെ വേറെ യാതൊരു കാര്യങ്ങളും പ്രത്യേകം വെച്ച് ഇവിടെ സംഭവിച്ചിട്ടില്ല. ഒരു ചലനം, അതായത് കലാലയങ്ങളിൽ പോലും SFI അവരുടെ അതിക്രമം കൊണ്ട് അവർ ഭരിക്കുന്ന കോളേജുകൾ, ക്യാമ്പസുകളൊക്കെ, കാരണം കുഞ്ഞുങ്ങളെ പേടിച്ചിട്ട് KSU എന്ന് പറയാൻ പോലും മടിച്ചിരുന്ന ക്യാമ്പസുകളിൽ നിൽക്കാത്തും കണ്ടു. KSU ഉന്നത വിജയം കൈവരിച്ചു. അവിടെ മുതൽ തന്നെ ഈ പ്രസ്ഥാനത്തിൽ യുവജനങ്ങൾ ഉണ്ടെന്ന് പൊതുജനങ്ങൾക്ക് മനസ്സിലാകാൻ കാരണം ഈ യുവജനങ്ങളാണ്, ഈ യൂത്തുടെ കാരണം. അതിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ശബ്ദം എന്ന് പറയുന്നത് വളരെ വേറിട്ട ഒരു ശബ്ദമാണ്. ആർജവത്തോടെ, തന്റെ ഇടത്തോടെ, നട്ടില്ലെന്നോർത്ത് നിന്നിട്ട് മുഖത്ത് നോക്കി കാര്യങ്ങൾ പറയാനും സമരമുഖത്ത് ഒരു തീജ്വാലയായിട്ട് പോലീസ് ലാത്തിയുമായിട്ട് വരുമ്പോൾ പിന്തിരിഞ്ഞോടുവല്ല, മുൻപിൽ നിന്ന് തന്റെ ഇടത്തോട് കൂടി തന്നെ അതിനെയൊക്കെ നേരിട്ട ഒരു ചെറുപ്പക്കാരനാണ്. നല്ല ഭാവി ഉണ്ടായിരുന്നു. ആ കേക്ക് മുറിക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാം, തീർച്ചയായിട്ടും ഇത് നേരത്തെ താലേക്കൂട്ടി മെനഞ്ഞെടുത്ത ഒരു തിരക്കഥയുടെ ഭാഗമാണ്. അതിന്റെ ഉത്തമ ഉദാഹരണമാണ് കേരളത്തിൽ ഈ പ്രസ്ഥാനത്തിന്റെ നെടുന്തൂണായിട്ട് നിന്ന് തന്റെ കൂടെ നിൽക്കുന്ന ഒരു മനുഷ്യരെ പോലും ഒന്ന് തൊടാൻ പോലും അനുവദിക്കാതിരുന്ന ആ തന്റേടിയായിട്ടുള്ള, ആ ധീരനായിട്ടുള്ള കോൺഗ്രസിന്റെ പ്രസിഡന്റ്, KPCC പ്രസിഡന്റ് K. സുധാകരനെ പല സ്റ്റേജുകളിലും വേദികളിലും ഞാൻ കണ്ടു. അദ്ദേഹം നേരെ ഓഡിയൻസിന് നേരെ K. സുധാകരൻ നോക്കിയിരിക്കുമ്പോൾ ഇവൻ മുഖം തിരിച്ചിരിക്കും ഈ സതീശൻ. ഇന്ന് ആ വ്യക്തി K. സുധാകരൻ എന്ന് പറയുന്ന വ്യക്തി ഇന്ന് KPCCയുടെ പ്രസിഡന്റ് ഉണ്ടായിരുന്നു എന്ന് വരികയും ഒരു നായിന്റെ മോനും മിണ്ടത്തില്ലായിരുന്നു ഈ കുഞ്ഞുങ്ങളുടെ നേരെ. ഇന്നിപ്പം സുനിലിന്റെ ഒരു വീഡിയോ ഞാൻ കണ്ടു. ഷാഫി പറമ്പിലിനെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ ശ്രമിക്കുന്ന DYSIക്കാര്. ഏതെങ്കിലും ഒരു യൂത്തുകാരനുണ്ടായിരുന്നു. ഈ യൂത്തുകാരൻ മുഴുവൻ ഇങ്ങനെയെല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് നടന്ന ഈ നേതാക്കൾക്ക് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞപ്പോൾ ഏതെങ്കിലും യൂത്തുകാരനുണ്ടോ? കാരണം അവനൊന്നും യൂത്തുകാരനല്ല, അവനൊക്കെ അവസരവാദികളും ഈ സതീഷിനെയും ചെന്നിത്തലയും പോലുള്ള കസേരമോഹികളാണ്. യഥാർത്ഥ പാർട്ടിക്കാരും യഥാർത്ഥ അണികളും തീർച്ചയായിട്ടും സുനിലിന്റെ ഈ ക്യാമ്പയിനോടൊപ്പം ഉണ്ടാകും. ഞങ്ങളുണ്ടാകും രാഹുൽ മാങ്കൂട്ടത്തോടൊപ്പം. അദ്ദേഹം ഒരു കാരണവശാലും കുറ്റാരോപിക്കണമെന്ന് കോടതിയിൽ തെളിയിക്കുന്നത് വരെ യാതൊരു വിധമായ ഒരു സമ്മർദ്ദത്തിലും അദ്ദേഹം രാജിവെക്കാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതുപോലെ തന്നെ ഇവനെ വേട്ടയാടാനായിട്ട് ഇപ്പൊ തുനിഞ്ഞിറങ്ങിയിരിക്കുന്ന ഈ ചെന്നായി കൂട്ടം, സതീശൻ, ഒരാൾ പറഞ്ഞ കണക്ക് പന്നിത്തല, അതുപോലെ വേണുഗോപാൽ, ഇവരിനിയും കേരളത്തിലായാലും കേന്ദ്ര പാർലമെന്റിലായാലും കാല് കുത്താൻ അവസരം കേരളത്തെ ജനങ്ങൾ കൊടുത്തില്ല എന്നുള്ളതാണ് എന്റെ വിശ്വാസം. അച്ഛൻ്റെ ഇത്രയും കാലത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ച് നോക്കുന്നു, ഇത്തവണ അതായത് ഇത്രയും സാധ്യതയുണ്ടായിരുന്ന കോൺഗ്രസിന്റെ ഈ ഒരു അവസരം കളഞ്ഞു കുളിച്ച നേതാവാരാ? മുടിച്ച് മുണ്ടക്കോല് വെച്ചു. ആരാണ് ശരിക്കും ഇത് ആരുടെ വീഴ്ചയാണ്? ഇത് രണ്ട് വ്യക്തികള്, അതായത് ഒരുത്തൻ മുഖ്യമന്ത്രി കസേര ഉറപ്പിക്കുന്നതിനായിട്ട് എല്ലാ കരുക്കളും നീക്കി. അത് കണ്ടപ്പോൾ അതിനു മുൻപ് തന്നെ ഈ കസേര മോഹിച്ച്
ഉമ്മൻചാണ്ടി സാറിനെ തകർക്കാൻ വേണ്ടിയിട്ട് സരിതയെ കൊണ്ടുവന്നവനാണ് ഈ ചെന്നിത്തല. ആദ്യ സമയത്ത് സുനിലിന് അത് അറിയത്തില്ല. അവിടുന്നാണ് അത് മറ്റേ കളത്തിലോട്ട് പോയത്. അന്ന് മുതൽ അയാൾ ഇതിനു വേണ്ടി ഇരിക്കുക. ഞാൻ സുനിലിനോട് ചോദിക്കട്ടെ, കുറെ പേപ്പറും എടുത്തുകൊണ്ട് മഹാരാഷ്ട്രയിൽ ഇലക്ഷൻ നിരീക്ഷകനെന്നോ എന്തോ പറഞ്ഞിട്ട് ഇവൻ പോയല്ലോ. ഈ ചെന്നിത്തല കഴിഞ്ഞ ഇലക്ഷന് അവിടെ ചെന്നിട്ട് എന്ത് കോപ്പാണ് ഉണ്ടാക്കിയത്? പിന്നെ അവിടുന്ന് ആ ഫണ്ട് മൊത്തം കട്ടോണ്ട് ഇവിടെ വന്നു മാധ്യമങ്ങൾക്ക് പൈസ കൊടുത്തിട്ട് PR പണിയാണ് ഇവിടെ ഇരുന്ന് കുപ്പ്, പിന്നീട് ഇരുന്ന് ബാക്കിലിരുന്ന് പണിയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പണി. മൊത്തം പോൾ ചെയ്ത വോട്ടുകൾ എത്ര, ഇലക്ടറൽ റോൾ പ്രകാരം എത്ര വോട്ടർമാരുണ്ട്, 5 മണി കഴിഞ്ഞിട്ട് പിന്നെ പ്രതീക്ഷയിൽ കൂടുതൽ വോട്ടുകൾ എങ്ങനെ വീണു, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും ഇവനൊന്നും ചിന്തിച്ചില്ല. അതേസമയം കർണാടക ജയിക്കാൻ 100% സാധ്യതയുള്ള ഒരു സീറ്റില് എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്ന് രാഹുൽ ഗാന്ധി വെറുതെ പപ്പുമായിട്ട് നടക്കുമല്ലായിരുന്നു. അതിനെക്കുറിച്ച് മനസ്സിലാക്കി 6 മാസം നിരന്തരമായിട്ട് ഇരുന്നിട്ട് ഹോംവർക്ക്. അല്ല, ഈ കൂടെ നടന്ന ഇവനൊക്കെ ആയിരിക്കത്തില്ലേ ചിലപ്പോൾ ചതിച്ചേക്കുന്നത്? അതെ, തീർച്ചയായിട്ടും ആയിരിക്കും. സുനിലെ സുധാകരനെ മാറ്റിക്കഴിഞ്ഞപ്പോൾ, സുധാകരനെ മാറ്റിക്കഴിഞ്ഞപ്പോൾ ഇതുപോലെ വിഷമിച്ച ഒരു കോൺഗ്രസ്, ഒരുപാട് കോൺഗ്രസ്, അതിലൊരാളാണ് ഞാൻ. വിഷമത്തോടു കൂടിയാണ്. കാരണം അന്നേ മനസ്സിൽ കരുതി ഈ കരുനീക്കങ്ങൾ ഇതിനെ തകർക്കാൻ കൊണ്ടുപോകാണല്ലോ, 3ാം പിണറായി സർക്കാരിന്റെ വരവിന് സുഗമമായിട്ടുള്ള കാർപ്പറ്റ് വിരിച്ചുകൊണ്ടുള്ള സംഗതികളാണല്ലോ, അതിനുള്ള മുന്നൊരുക്കങ്ങളാണല്ലോ എന്ന് അന്നേ മനസ്സിലാക്കിയതാണ്. ഇന്ന് സുധാകരൻ ഉണ്ടായിരുന്നവരിൽ ഈ ഒരു ദുർഗതി കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ടാകത്തില്ലായിരുന്നു. ഇപ്പോഴത്തെ ഈ KPCC പ്രസിഡന്റിനെ കുറിച്ചൊരു അഭിപ്രായം എന്താ? ഒന്നുമില്ല, യാതൊന്നുമില്ല, തന്റെ ഇടമില്ലാത്ത അയാൾ. ഇന്ന് സുനിലിന്റെ ഇതിനകത്ത് എവിടെ ഞാൻ കേട്ടു, എനിക്കൊരു പരാതി കിട്ടിയിട്ടില്ല, ആരും എന്നെ നിന്ന് എഴുതി തന്നിട്ടില്ല. ഈ പിന്നെ പ്രതിപക്ഷ നേതാവിന്റെ മുകളിലാണ് KPCC പ്രസിഡന്റിന്റെ സ്ഥാനം. അവൻ നിയമസഭയിലെ ചുമ്മാ കിടന്ന് അവിടെ ചെലവാക്കി ഒരു മാത്യു കുഴൽനാടും കിടന്ന് കണ്ടമാനം ഫൈറ്റ് ചെയ്തു. ഇന്ത്യ ഒരു കോണിക്ക് ഇവൻ ആരെങ്കിലും സപ്പോർട്ട് ചെയ്തോ? ഇനിയിപ്പോ രാഹുൽ ഗാന്ധി പിന്നെ മഴയും വെള്ളവും പിന്നെ ഈ പ്രതികൂല കാലാവസ്ഥകളെയും ജീവനുള്ള ഭീഷണികളും എല്ലാം അതിജീവിച്ച് ബീഹാറിലൂടെ പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുക. യുവമാർ ഇവിടെ എന്തോ ചെയ്യുന്നു? അതിനെക്കുറിച്ച് ഏതെങ്കിലും ഒരു സപ്പോർട്ടായിട്ട് ഏതെങ്കിലും ഒരു സമരമോ അല്ലെങ്കിൽ ഒരു പ്രക്ഷേപമോ പ്രാദേശികമായിട്ട് യുവമാർ സംഘടിപ്പിച്ചോ? പിന്നെ എങ്ങനെയാ ഇവനെയൊക്കെ അടുത്ത ഇലക്ഷന് കെട്ടിവെച്ച കാശ് പോലും ഈ നായിന്റെ മക്കൾക്ക് കിട്ടരുത്? കേരളത്തിലെ പ്രബുദ്ധരായിട്ടുള്ള കോൺഗ്രസ്സുകാര് അതിന് ആ ഒരു തീരുമാനം എടുക്കണമെന്നുള്ളതാണ് എന്റെ അഭിപ്രായം. നമ്മുടെ പേരെന്താ? എന്റെ പേര് അബ്ദുസലാം എന്നാണ്. ഞാൻ പള്ളിക്കൽ. നമ്മള് രാഹുൽ മാങ്കുട്ടത്തിനെ ഇവരെല്ലാരും കൂടെ എന്തെടുത്ത് പന്ത് കെട്ടുന്നു. ആർക്ക് കൂടെ പന്ത് കെട്ടുന്നേ? BD സതീശനും ചെന്നിത്തലയും ഇവരെല്ലാം കൂടെ. അപ്പൊ അതിനെ പറ്റി ഒന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചത്. ഞാൻ പഴയ ഒരു കോൺഗ്രസ്സുകാരനാണ്. ഇപ്പൊ കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷന് ഞാൻ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി ജയിപ്പിച്ചു. ആ സ്ഥാനാർത്ഥിയുടെ ഉമ്മായും ബാപ്പായും അതിന് മുന്നേ നിന്ന് തോറ്റുപോയി. അതിന്റെ മോഹളൊക്കെ നിർത്തി ഞാൻ ജയിപ്പിച്ചെടുത്ത ഒരാളാണ്. അപ്പൊ അങ്ങനെയുള്ള നമ്മളെല്ലാം വെറും മറ്റനാക്കുന്ന സ്വഭാവമല്ലേ ഇവർ കാണിക്കുന്ന? നമുക്ക് എങ്ങനെ ഇറങ്ങി പ്രവർത്തിക്കാൻ പറ്റും? ഇന്നിനി കോൺഗ്രസിന്റെ ആളാന്ന് പറഞ്ഞ് വെളിയിലിറങ്ങിയ ആളുടെ അടുത്ത് ചെല്ലുവോ? അവരെന്ത് പറയും? അതാണ് പറഞ്ഞത്. ഞാൻ ഇപ്പൊ എന്നിട്ട് തന്നെ ഞാൻ ഒരു ഏരിയയിൽ ഉള്ള അവർ പറയുന്നത്, ഇനി നിങ്ങൾ ഒരു പാർട്ടിക്ക് വേണ്ടി നിങ്ങൾ ഇറങ്ങലും നിങ്ങൾ നിൽക്കുന്നെങ്കിൽ മാത്രം വന്നാൽ മതി എന്നാണ് പറഞ്ഞത്. അങ്ങനെയുള്ള ഒരാള് അവനെ കൊണ്ട് വെക്കുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നു. അപ്പൊ ഇവരെന്തിനാണ് ഒരു പെണ്ണ് പറഞ്ഞെന്ന് പറഞ്ഞ? അങ്ങനെയാണെങ്കിൽ ഞാൻ എത്ര പെണ്ണുങ്ങളെടുത്ത് ഓരോ വർത്തമാനം പറയുന്നുണ്ട്. അവരെല്ലാം കൊണ്ട് പെറ്റീഷൻ കൊടുക്കണ്ടേ? അല്ലെങ്കിൽ ഒരു കേസ് കൊടുക്കണ്ടേ? അല്ലെങ്കിൽ ഒരു പരാതി കൊണ്ട് വരണ്ടേ? ഇവരൊക്കെ എന്ത് ഇവൻ തല പൊങ്ങിയാൽ ഇവർക്ക് സ്ഥാനം കിട്ടില്ല എന്നുള്ള ഇതുണ്ടായിരിക്കും. കാരണം അതൊന്ന് ചോദിച്ച് എന്താണെന്നുള്ള ഇതാക്കണം. അല്ല, ഇപ്പൊ നമ്മുടെ KPCC പ്രസിഡന്റ് ആരായിരിക്കണമായിരുന്നു? ഇപ്പോഴത്തെ ആളെങ്ങനെയുണ്ട്? ഇപ്പോഴത്തെ ആള് ഒരു തണുപ്പായി. അതേസമയം സുധാകരനാണെങ്കിൽ നല്ലപോലെ സംസാരിക്കുള്ളൂ. എന്തുകൊണ്ടായിരിക്കും ഇതുപോലൊരു മൊണ്ണയെടുത്ത് ആ പദവിയിൽ വെച്ചേക്കുന്നത്? അതാണ് ഈ ഇയാള് ഒരു വയസ്സ് പിരിഞ്ഞല്ലേ സംസാരിക്കുന്ന. അതേപോലെ തന്നെ പിന്നെ പ്രതിപക്ഷത്തിരിക്കുന്ന BD സതീശന അതിനേക്കാളും ഇവർക്ക് ഈ പാർട്ടി വളർത്തണമെന്നില്ല. അവർക്ക് അവരെ കീശ നിറയ്ക്കണമെന്നേ ഉള്ളൂ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.